നമസ്കാരം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ രാഷ്ട്രീയ സംഘർഷം വ്യാപകം. കണ്ണൂർ ചെറുതാഴത്ത് RSS കാര്യാലയത്തിന് തീയിട്ടു. വൈക്കത്ത് BJP നേതാവിന്റെ കട കത്തിനശിച്ച നിലയിൽ കണ്ടെത്തി. മറ്റു ജില്ലകളിലും അക്രമം തുടരുകയാണ്. കോഴിക്കോട് പേരാമ്പ്രയിൽ CPM പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറുണ്ടായി. മലപ്പുറം തേഞ്ഞിപ്പലം ചേളാരിയിൽ BJP പ്രവർത്തകന്റെ കട തല്ലി തകർത്തു. ഇന്നലെ രാത്രി AN ഷംസീർ MLA-യുടെയും V മുരളീധരൻ MP-യുടെയും CPM മുൻ ജില്ലാ സെക്രട്ടറി P ശശിയുടെയും വസതിക്ക് നേരെ ബോംബേറുണ്ടായി. ഇരിട്ടിയിൽ CPM പ്രവർത്തകന് വെട്ടേറ്റു. ഒറ്റപ്പാലത്ത് പ്രാദേശിക കോൺഗ്രസ് നേതാവ് നെല്ലൂളിയിൽ കൃഷ്ണൻകുട്ടിക്ക് വെട്ടേറ്റു. അക്രമത്തെ തുടർന്ന് 3 ദിവസത്തേക്ക് അടൂരിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് മനു ഭരത്തും മറ്റുള്ളിടങ്ങളിൽ നിന്ന് വിവിധ റിപ്പോർട്ടർമാരും ചേരുന്നു. ആദ്യം മനുവിലേക്ക്. മനു, കണ്ണൂരിലാണ് കൂടുതൽ അക്രമ സംഭവങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. AN ഷംസീർ MLA-യുടെയും V മുരളീധരൻ MP-യുടെയും വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ബോംബേർ ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ നില എന്താണ്? പോലീസ് കൂടുതൽ സേനയെ നിയോഗിച്ചിട്ടുണ്ടോ അവിടെ? മനു ഭരത്. മനു, ഇന്നത്തെ അവസ്ഥ എന്താണ്? സനീഷ്, കണ്ണൂരിൽ പ്രത്യേകിച്ച് തലശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ബോംബേറുകളും മറ്റ് അക്രമ സംഭവങ്ങളും വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ ഭീതിയും ആശങ്കയും പരത്തി. ഈ ഘട്ടത്തിലാണ് പോലീസ് ഒരു റൂട്ട് മാർച്ചിന് തയ്യാറാകുന്നത്. നമ്മൾ അല്പം മുമ്പ് തലശ്ശേരി ASP-യുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇത്തരത്തിലൊരു റൂട്ട് മാർച്ച് നടത്തുന്നതോടുകൂടി ജനങ്ങളുടെ ആശങ്ക ഇത് അകറ്റാൻ കഴിയും എന്ന ഒരു ഉറപ്പാണ് നൽകുന്നത്. പോലീസ് റൂട്ട് മാർച്ച് അല്പസമയത്തിനകം തലശ്ശേരിയിൽ നിന്ന് ആരംഭിക്കും. കണ്ണൂരിൽ മൊത്തം 260 ആളുകളെയാണ് മൊത്തത്തിൽ ഈ 2 ദിവസത്തെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 100-ലധികം ആളുകൾ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന നിലയിൽ കരുതൽ തടങ്കലിലാണ്. അത്തരത്തിൽ വലിയ ഒരു ഓപ്പറേഷനാണ് പോലീസ് ഇവിടെ പദ്ധതിയിടുന്നത്. സമാധാന അന്തരീക്ഷം തിരിച്ചുകൊണ്ടുവരാൻ ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ ഇടപെടൽ നടത്തുക എന്നതാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അല്പം മുമ്പ് നമ്മൾ P ശശിയുടെയും അതുപോലെ തന്നെ AN ഷംസീറിൻ്റെ വീടുകൾ സന്ദർശിച്ചിരുന്നു. ഇവിടെയെല്ലാം തന്നെ ആസൂത്രിതമായ നീക്കമാണ് തങ്ങൾക്കെതിരെ ഉണ്ടായതെന്ന് ആണ് P ശശിയും AN ഷംസീറും അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ RSS നേതാക്കളുടെ C ചന്ദ്രശേഖരൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിലും വ്യാപകമായ ആക്രമണം നടന്നിട്ടുണ്ട്. ചന്ദ്രശേഖരൻ ഇപ്പോഴും ചികിത്സയിൽ തലശ്ശേരി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. ആക്രമണങ്ങൾ തടയാനുള്ള അറസ്റ്റും അതുപോലെ തന്നെ റെയ്ഡുമാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും തലശ്ശേരി നടത്തുന്നത്. ഈ റൂട്ട് മാർച്ചോടുകൂടി ജനങ്ങൾക്ക് കൂടുതൽ പോലീസിലൊരു വിശ്വാസം ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് പോലീസ് സംഘം. അതാണ് കണ്ണൂരിലെ സ്ഥിതിഗതികൾ. ഞാൻ തിരിച്ചു വരാം മനു. അവിടെ നിന്നുള്ള വിവരങ്ങൾ ആവശ്യമുണ്ട്. കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്തുകൂടെ ചേരുന്നു. അശ്വിൻ, കോഴിക്കോട് എവിടെയൊക്കെയാണ് സംഘർഷാവസ്ഥയുള്ളത്? ഇപ്പോൾ കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമാണോ? പോലീസ് കൂടുതൽ ഫോഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ? സനീഷ്, ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു പേരാമ്പ്ര കണ്ണിപ്പൊയിലിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ വീടിന് നേരെ ബോംബേറുണ്ടായത്. ഇവിടെ വടക്കേടത്ത് താഴെക്കുനിയിൽ രാധാകൃഷ്ണന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമികളെ കാണാൻ കഴിഞ്ഞില്ല. വീട്ടിലുള്ളവർ ശബ്ദം കേട്ട് പുറത്തു വരുമ്പോഴേക്കും ആക്രമികൾ രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. നാടൻ ബോംബാണ് വീടിന് നേരെ എറിഞ്ഞിരിക്കുന്നത്. വീട്ടുപകരണങ്ങളടക്കം നശിച്ചിട്ടുണ്ട്. വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പേരാമ്പ്ര സംഘർഷം നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ക്ഷേത്രകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശികുമാർ പേരാമ്പ്രയുടെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് തൊട്ടടുത്ത ദിവസം പുലർച്ചെ തന്നെ ഈ CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ വീടിന് നേരെയും ബോംബേറുണ്ടാവുന്നത്. പക്ഷേ ഇന്നത്തെ ആക്രമണത്തിൽ ഇത് ആരാണ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ CPM ഇതുവരെ അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ RSS ആക്രമണത്തിന് പിന്നിൽ എന്നാണ് ഈ പ്രാദേശിക നേതാക്കൾ വ്യക്തമാക്കുന്നതെങ്കിലും CPM ജില്ലാ നേതൃത്വം അത്തരത്തിൽ ഒരു ആരോപണം ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ശശികുമാറിന്റെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നിൽ RSS ആണെന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ഈ പേരാമ്പ്രയിലെയും വടകരയിലെയും സംഘർഷാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഇവിടെ പ്രകടനങ്ങൾക്കും അതേപോലെ തന്നെ പൊതുയോഗങ്ങൾക്കും പോലീസ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പേരാമ്പ്രയും വടകരയും കഴിഞ്ഞ 3-4 ദിവസമായി സംഘർഷങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാവുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുള്ളത്. അധിക പോലീസിനെ ഈ 2 മേഖലകളിലും വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ പേരാമ്പ്രയിൽ
കഴിഞ്ഞ ഹർത്താൽ ദിവസം മുസ്ലിം ലീഗും CPM-ഉം തമ്മിലും സംഘർഷമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം കൂടി കണക്കിൽ എടുത്തുകൊണ്ടായിരിക്കണം ഈ ഇന്നത്തെ ആക്രമണത്തിന് മുന്നിൽ ആരാണ് എന്നുള്ള കാര്യത്തിൽ പോലീസും അതേപോലെ തന്നെ CPM-ഉം അത്തരം ഒരു സ്ഥിരീകരണത്തിന് ഇപ്പോൾ നടത്താത്തത്. ഏതായാലും അത് അടുത്ത സമയത്തിനുള്ളിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ പേരാമ്പ്രയും വടകരയിലും കഴിഞ്ഞ ദിവസം രാത്രി ഇതേപോലെ തന്നെ സമാനമായ രൂപത്തിലുള്ള ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. വിവരങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് CV അനുമോദ് കൂടെ ചേരുന്നു. മലപ്പുറത്ത് എന്താണ് സ്ഥിതി അനുമോദ്? അവിടെയും വിവിധയിടങ്ങളിൽ അക്രമ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ, നടക്കുന്നുണ്ടോ? ഇന്നത്തെ സ്ഥിതി എന്താണ്? സനീഷ്, മലപ്പുറം ജില്ലയിൽ ഇതുവരെ ഒരിടത്ത് മാത്രമാണ് അക്രമ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ചേളാരിയിലാണ്. ഇന്നലെ രാത്രി ചേളാരിയിൽ പുരുഷോത്തമൻ എന്ന ആളുടെ കട ഒരു സംഘം അടിച്ചു തകർത്തു എന്നാണ് പരാതി. ഇയാൾ BJP പ്രവർത്തകനാണ്. ഇയാളുടെ മക്കളും ലിനീഷ്, അയാളുടെ സഹോദരൻ തുടങ്ങിയവരെല്ലാം തന്നെ BJPയുടെ സജീവ പ്രവർത്തകരാണ്. BJPയുടെ മാർച്ചുകളിലും പ്രതിഷേധ പ്രകടനങ്ങളിലും എല്ലാം തന്നെ ഇവർ പങ്കെടുത്തിരുന്നു. ഇതിന് ശേഷമാണ് ഇന്നലെ രാത്രി ഇവരുടെ സലൂൺ, ബാർബർ ഷോപ്പ് അടിച്ചു തകർത്ത നിലയിൽ കണ്ടെത്തിയത്. കൂട്ടുപൊളിച്ച് ഉള്ളിൽ കടന്ന് ഒരു സംഘമാണ് അക്രമം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട്. ഇന്നലെ രാത്രി 3:30-യോടെയാണ് സംഭവം നടക്കുന്നതെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. സനീഷ്, നന്ദി അനുമോദ് വിവരങ്ങൾക്ക്. മനു ഭരത് കണ്ണൂരിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മനു, ഇന്നും അവിടെ അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണോ പോലീസിനെ കൂടുതൽ കർക്കശമായ നടപടികളിലേക്കൊക്കെ പോകാൻ പ്രേരിപ്പിക്കുന്നത്? ഈ നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഷംസീറിന്റെയും V മുരളീധരന്റെയും രണ്ട് ഭാഗത്തെയും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളുടെ വീടുകൾക്ക് നേരെയാണ് ഇന്നലെ ആക്രമണം ഉണ്ടായത്. ആ ഭാഗത്ത് നിന്ന് അത്തരം പ്രതികരണങ്ങളും മറ്റുമൊക്കെ വന്നിട്ടുണ്ടോ? എല്ലാവരും തന്നെ ഇത് ആസൂത്രിതമായ നീക്കമാണെന്ന് പരസ്പരം ആരോപിക്കുമ്പോഴും രണ്ട് വിഭാഗങ്ങൾക്ക് നേരെയും ആക്രമണം നടക്കുന്നു. RSSന്റെയും ഒരു പ്രമുഖൻ നേതാവാണ് കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ട C ചന്ദ്രശേഖരൻ. അദ്ദേഹം കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ ചുമതല വഹിക്കുന്ന നേതാവാണ്. അത്തരത്തിൽ ആ ആക്രമണത്തിൻ്റെ തുടർച്ചയായാണ് പിന്നീട് പോലീസ് ഇന്നലെ രാത്രി ഇവിടെ സമാധാന ചർച്ചകൾ വിളിച്ചുള്ള നേതാക്കളെ വിളിച്ചു ചേർത്തത്. ആ ഘട്ടത്തിലാണ് AN ഷംസീറിൻ്റെ വീടിന് നേരെയും P ശശിയുടെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായത്. രാത്രി PK കൃഷ്ണദാസിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകാൻ ശ്രമിക്കുമ്പോഴേക്കും തന്നെ പോലീസ് ഇടപെടുകയായിരുന്നു. അവിടെ ആക്രമികൾ ബൈക്കിലെത്തിയ ആക്രമിക സംഘത്തെ പോലീസും മറ്റ് BJP പ്രവർത്തകരും ചേർന്ന് തുരത്തി ഓടിക്കുകയായിരുന്നു. അത്തരത്തിൽ ഇരു വിഭാഗങ്ങളിലും ഈ പ്രശ്നം നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ അക്രമങ്ങൾക്ക് ചെറിയ തോതിൽ ശമനമുണ്ടായിട്ടുണ്ടെങ്കിലും രാത്രിയോടുകൂടി ഇത് വീണ്ടും ശക്തി പ്രാപിക്കും എന്ന ഒരു ആശങ്ക പോലീസ് നമ്മളോട് പങ്കുവയ്ക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പോലീസ് ഒരു റൂട്ട് മാർച്ച് നടത്തുന്നത്. പ്രധാനമായും ജനങ്ങളുടെ ആത്മവിശ്വാസം തിരിച്ചെടുക്കുക എന്നതാണ്. റൂട്ട് മാർച്ച് അല്പസമയത്തിനകം ആരംഭിക്കും. മാത്രമല്ല വൈകുന്നേരം CPM ഈ മാടപ്പിടിയിൽ, അത് ഷംസീറിൻ്റെ വീടിന് നേരെ അക്രമം ഉണ്ടായ പ്രദേശത്ത് പൊതുപ്രകടനം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ BJPയുടെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിൽ പൊതുയോഗങ്ങൾ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. ഏതായാലും എല്ലാവരും തന്നെ വലിയ ആശങ്കയോടുകൂടി തന്നെ ഉറ്റുനോക്കുന്നു. പോലീസ് തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. ഇന്നത്തോടുകൂടി ഈ പ്രശ്നത്തിന് വലിയൊരു പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്നാണ്. 260ഓളം പേർ വിവിധ തരത്തിൽ അറസ്റ്റിലായിട്ടുണ്ട്. ക്രിമിനൽ സ്വഭാവമുള്ള പശ്ചാത്തലമുള്ള രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളെല്ലാം തന്നെ കരുതൽ തടങ്കലിൽ എടുത്തിരിക്കുന്നു. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്നും പോലീസ് നേതൃത്വം നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. നന്ദി മനു വിവരങ്ങൾക്ക്. തലശ്ശേരിയിൽ പോലീസിൻ്റെ റൂട്ട് മാർച്ചാണ്. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് സർവ്വസജ്ജമാണ് എന്ന സന്ദേശം നൽകാൻ കൂടിയാണ് പോലീസിൻ്റെ റൂട്ട് മാർച്ച്. അല്പസമയത്തിനകം തലശ്ശേരിയിൽ ആരംഭിക്കും. തലശ്ശേരിയിലാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ രണ്ട് പ്രധാനപ്പെട്ട അക്രമ സംഭവങ്ങളുണ്ടായത്. AN ഷംസീർ MLA CPM നേതാവ്, അദ്ദേഹത്തിൻ്റെ വസതിക്ക് നേരെയാണ് ബോംബേർ ഉണ്ടായത്. ഒപ്പം V മുരളീധരൻ MP BJPയുടെ നേതാവ്, അദ്ദേഹത്തിൻ്റെ തറവാട് വസതിക്ക് നേരെയും ബോംബാക്രമണം ഇന്നലെ ഉണ്ടായി. മറ്റുള്ളിടങ്ങളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളുടെ, പ്രാദേശിക നേതാക്കളുടെ വീടുകൾക്കടക്കം എതിരെ ചില അക്രമ സംഭവങ്ങൾ അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ കുറെ കൂടെ വലിയ തോതിൽ പരന്നു പോകാറുള്ള ഇടമാണ് കണ്ണൂർ എന്നതുകൊണ്ട് പോലീസ് അതീവ ജാഗ്രതയിലാണ്. വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം സ്വീകരിക്കുമെന്നാണ് അവിടെ നിന്ന് പോലീസ് നേതൃത്വവും പോലീസുകാർ ഉന്നത ഉദ്യോഗസ്ഥരും അറിയിക്കുന്നത്. നമ്മോടൊപ്പം വിശകലനങ്ങൾക്കും മറ്റുമായി ചില അതിഥികൾ പല സ്റ്റുഡിയോകളിലായിട്ട് ഉണ്ട്. അവരിലേക്ക് പോകാം. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പലയിടങ്ങളിൽ. ഇപ്പോൾ ശ്രീ A സജീവൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, നമ്മോടൊപ്പം
കോഴിക്കോട് നിന്ന് ചേരുന്നു. ശ്രീ എ സജീവൻ, വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് കുറെ കാലമായി മാറി നിൽക്കുകയായിരുന്നു, പ്രത്യേകിച്ചും കണ്ണൂരൊക്കെ. വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് ഈ ശബരിമല സമരങ്ങളും അതേ തുടർന്നുള്ള സംഭവവികാസങ്ങളും കണ്ണൂർ അടക്കമുള്ള ഇടങ്ങളെ കൊണ്ടുവന്നെത്തിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ലാത്ത വിധം പ്രധാനപ്പെട്ട നേതാക്കളുടെ വീടുകൾക്ക് നേരെയൊക്കെയാണ് ബോംബേർ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇത് ആദ്യകാലത്ത് തലശ്ശേരിയിലുണ്ടായ അതേ സംഭവം തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ കൃത്യമായ രീതിയിൽ ഇപ്പം എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും പറഞ്ഞ പോലെ എതിരാളികൾ ചെയ്ത് ബോധപൂർവമായിട്ടുള്ള ആക്രമണമാണെന്ന് പറഞ്ഞു. വളരെ ആസൂത്രിതമായ ബോധപൂർവമായ ആക്രമണമാണ് ഇപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് ഒരു പക്ഷത്തെ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. ഈ ഇരുപക്ഷവും CPM-ൻ്റെ ഭാഗത്തുനിന്നും BJP-യുടെ ഭാഗത്തുനിന്നും ഒരേപോലെയാണ് ഈ ആസൂത്രിതമായ രീതിയിൽ ബോംബേറാണ് ഉണ്ടാവുന്നത്. പെട്ടെന്ന് ഒരു ആകസ്മികമായിട്ടുണ്ടാവുന്നൊരു പ്രശ്നം കൊണ്ടുള്ള ഒരു ആക്രമണമൊന്നുമല്ല. ഒരു തർക്കത്തിനിടയിലോ ഒരു സംഘർഷത്തിനിടയിലോ ഉണ്ടാകുന്ന ആക്രമണമല്ല ഇത്. ഇത് ഓരോ സ്ഥലവും കൃത്യമായിട്ട് തിരഞ്ഞെടുത്തിട്ടാണ് ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് ഇത് ഇപ്പോൾ പോലീസ് റൂട്ട് മാർച്ച് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞു. പോലീസ് റൂട്ട് മാർച്ച് നടത്തിയത് കൊണ്ട് പോലും ഗുണമുണ്ടാവാത്ത രീതിയിൽ ഈ നേതാക്കന്മാർ വിചാരിച്ചാൽ മാത്രം പരിഹരിക്കാൻ പറ്റാവുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇരുവിഭാഗവും എല്ലാ സ്ഥലങ്ങളിലും വളരെ വ്യാപകമായാണ് ഇത്. വളരെ കുറച്ച് കോഴിക്കോട് ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മേഖലയിലാണ് ഇപ്പോൾ പേരാമ്പ്രയിലും നാദാപുരത്തും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അക്രമം വ്യാപിച്ചു കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ശക്തമായിട്ട് എപ്പോഴും എന്ത് അക്രമവും ഉണ്ടാകുമ്പോഴും കേരളത്തിൽ എവിടെയും രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് BJP-യും CPM-ഉം തമ്മിലാണെങ്കിൽ അത് ഉടനെ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സ്ഥലമാണ് തലശ്ശേരി ഭാഗം. ആ തലശ്ശേരി ഭാഗത്താണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് ഷംസീറിൻ്റെ വീടിന് നേരെയും മുരളീധരൻ്റെ വീടിന് നേരെയും ഒക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതോടുകൂടിയിട്ട് ഒരു ചെറിയ ആക്രമണത്തോട് കൂടിയിട്ട് ഇത് ഇല്ലാതാവുമെന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്ക് വേണ്ട. ഇരുവിഭാഗവും കരുതിക്കൂട്ടി തന്നെയാണ് അത് ഈ പ്രശ്നത്തിൽ ഒരു ശബരിമല ഒരു നിമിത്തമായി എന്ന് മാത്രം അടുത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തങ്ങളുടെ ശക്തി പ്രകടനം കാണിക്കാനാണ് അണികൾക്കിടയിൽ ഒരു ഊർജ്ജമുണ്ടാക്കാനും മറ്റുള്ള ആളുകളെ പേടിപ്പിച്ച് തങ്ങളുടെ പരിധിയിൽ നിർത്താനും ഒക്കെയുള്ള ഒരു ശ്രമമാണ് ഇരു വിഭാഗവും നടത്തുന്നത്. അത് ഒരു പോലീസ് റൂട്ട് മാർച്ചോട് കൂടിയിട്ട് പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് ഇവിടെ ആത്മാർത്ഥമായിട്ട് നേരത്തെ BJP-യുടെ നേതാക്കന്മാരും CPM-ൻ്റെ ഉന്നത നേതാക്കന്മാരൊക്കെ പറഞ്ഞിരുന്നല്ലോ, ഈ അക്രമം ഉണ്ടാവാത്തൊരു കേരളത്തിൽ, അക്രമം ഉണ്ടാവാത്ത കണ്ണൂരിലേക്ക് നമുക്ക് പോകണമെന്ന് പറഞ്ഞ് അവർ കുറേ ശ്രമിച്ചു. പക്ഷേ അതൊക്കെ അത്തരം വാക്കുകളൊക്കെ വീൺവാക്കുകളായിട്ട് മാറുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. നേതാക്കന്മാരുടെ അറിവോടുകൂടി തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതല്ലാതെ ഇത്രയും ഉന്നതരായിട്ട് നേതാക്കന്മാരുടെ വീട്ടിലേക്കൊന്നും ആരും പെട്ടെന്ന് വികാരം തള്ളിച്ചു കൊണ്ടുവന്ന് ആയുധങ്ങളുമായിട്ട് പോവില്ല, ബോംബുമായിട്ട് പോവില്ല. അപ്പോൾ ഇതെല്ലാം ആയുധങ്ങളും ബോംബുകളും ഒക്കെ ഇവരുടെ കയ്യിൽ വളരെ കൃത്യമായിട്ടും സ്റ്റോക്കുണ്ട്. അത് ഉപയോഗിക്കുന്നതിൽ ഇപ്പോൾ ഇത് എല്ലാം ഉപയോഗിച്ച് തീർന്നു എന്ന് വിചാരിക്കാൻ പറ്റില്ല. വ്യാപകമായി ഉപയോഗിക്കാവുന്ന രൂപത്തിൽ ഇരു കൂട്ടരും ഇത് ചൊരുക്കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ വേണ്ടത് ആത്മാർത്ഥമായിട്ട് നേതാക്കന്മാർ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയിട്ട് ഇത് പരിഹരിക്കലാണ്. പോലീസിനെ കൊണ്ട് റൂട്ട് മാർച്ച് നടത്തിയത് കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാൻ തിരിച്ചു വരാം ശ്രീ സജീവൻ താങ്കളിലേക്ക്. മറ്റതിഥികളെ കൂടെ ഞങ്ങൾ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. രാഷ്ട്രീയ സംഘർഷത്തെ തുടർന്ന് സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് ആകെ നൽകിയിട്ടുണ്ട്. ആക്രമണ സംഭവങ്ങളെ തുടർന്ന് കണ്ണൂരിൽ വ്യാപക അറസ്റ്റും കരുതൽ തടങ്കലും. കണ്ണൂരിൽ നിന്ന് 2 ദിവസങ്ങളിലായി 260 പേരെയാണ് അറസ്റ്റ് ചെയ്ത്. 73 അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വിവിധ ജില്ലകളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി BV അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, പോലീസ് സംസ്ഥാന തലത്തിൽ തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? വിശദാംശങ്ങൾ എന്താ? അക്രമ സംഭവങ്ങളിൽ കർശന നടപടിക്ക് തന്നെയാണ് പോലീസിന്റെ തീരുമാനം. 2 ദിവസമായി ബ്രോക്കൺ വിൻഡോ എന്ന പേരിൽ പോലീസിന്റെ ഊർജിതമായ പ്രത്യേക റെയ്ഡ് നടക്കുന്നുണ്ട്. അതായത് ഹർത്താലുമായി ബന്ധപ്പെട്ടും ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ശേഷം നടന്ന അക്രമങ്ങളിൽ പ്രതികളായവരെ പിടികൂടാനുള്ള ബ്രോക്കൺ വിൻഡോ പദ്ധതി ഊർജിതമാക്കാൻ ഇന്നലെ തന്നെ DGP തീരുമാനിച്ചിരുന്നു. അതിനുശേഷമാണ് കണ്ണൂർ ജില്ലയിലെ വ്യാപക അക്രമം. നേതാക്കളുടെ വീടുകൾക്ക് നേരെ അക്രമം നടക്കുന്നു. ഇതിനെതിരെ കർശന നടപടിയെടുക്കാനാണ് DGP ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാനം ഒട്ടാകെ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കളുടെ വീടുകൾക്ക് നേരെ നടന്ന അക്രമങ്ങൾക്ക് ഉത്തരവാദികളെ പിടികൂടാൻ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്ക് DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മാത്രം 19 പേരെ കരുതൽ തടങ്കലിൽ വച്ചു. പോലീസ് പിക്കറ്റിംഗും പട്രോളിംഗും ശക്തമാക്കും. കണ്ണൂരിൽ പോലീസിന്റെ റൂട്ട് മാർച്ച് ഉണ്ടാകും. ക്രമസമാധാനം നിലനിർത്തുന്നതിനും ജനങ്ങളുടെ സ്വൈരജീവിതം ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കാനാണ് DGP-യുടെ നിർദ്ദേശം. സർക്കാരും ഇക്കാര്യത്തിൽ കർശന നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ വ്യവസായ മന്ത്രി EP ജയരാജൻ കണ്ണൂരിലെ അക്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹവും പറയുന്നത് സർക്കാർ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും
ചെയ്യും. പക്ഷേ ഒരു ഭാഗത്തുനിന്ന് മാത്രം വിചാരിച്ചാൽ അക്രമം നിർത്താനാകില്ല. അങ്ങനെ CPM മാത്രം ഒതുക്കിയതുകൊണ്ട് അവിടെ അക്രമം അവസാനിക്കുകയുമില്ല. അതിനവർ ദിനങ്ങൾ അനുവദിക്കുകയുമില്ല. അക്രമം ഉണ്ടാകുമ്പോൾ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് തന്നെ സർക്കാരും CPM-ഉം എല്ലാ മുൻകൈയും എടുക്കും. പക്ഷേ അപ്പോഴും BJP അക്രമം അവസാനിപ്പിക്കണമെന്നാണ് സർക്കാരിൻ്റെയും CPM-ൻ്റെയും ആവശ്യം. ഏതായാലും പോലീസ് നടപടി ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് DGP വ്യക്തമാക്കിയിട്ടുണ്ട്. സനീഷ്, അതാണ് ഞാൻ തിരിച്ചു വരാം. VB അരുൺ. ശ്രീ A സജീവൻ കോഴിക്കോട് നിന്ന് തുടരുന്നുണ്ട്. ശ്രീ സജീവൻ, പോലീസ് അതിശക്തമായുള്ള നടപടികൾ സ്വീകരിക്കും, ഗൗരവതരമായിട്ടാണ് ഈ കാര്യങ്ങളെ കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ തന്നെയും നമുക്ക് നേരത്തെ അറിയാം ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതങ്ങനെ വളരെ പെട്ടെന്ന് പിടിച്ചു നിർത്താവുന്ന സംഭവമായിട്ടല്ല പര്യവസാനിക്കാറ്. പക്ഷെ അപ്പോഴും നമ്മുടെ മുന്നിൽ ഈ തവണത്തെ സംഘർഷങ്ങൾക്കുള്ളൊരു വ്യത്യസ്തത, നേരത്തെ ഇതിൻ്റെ ഒക്കെ ആധാരമായിട്ടുള്ള ഈ ശബരിമല സമരങ്ങളും മറ്റുമൊക്കെ നടക്കുന്ന കാലത്ത് പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ജില്ലകളിൽ ഈ ശബരിമല സംഭവങ്ങളുടെ ഭാഗമായിട്ട്, വിധിയുടെ ഭാഗമായിട്ട് അവിടേക്ക് സ്ത്രീകൾ പ്രവേശിക്കണോ വേണ്ടയോ എന്ന തർക്കത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രശ്നവും പുറത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം അവിടെയുണ്ട്. ഇത് അവിടെ പ്രവേശിച്ചതിന് ശേഷം ഉണ്ടായ ഹർത്താലും അക്രമ സംഭവങ്ങൾക്കും പിന്നാലെ അങ്ങ് പടരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ ഇക്കാര്യത്തിൽ തങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്ന CPM അടക്കമുള്ള ആളുകൾ, അല്ലെങ്കിൽ CPM പാർട്ടി അതിൻ്റെ ബഹുജന സംഘടനകളൊക്കെ ഇങ്ങനെയൊരു അക്രമ സംഭവങ്ങൾക്ക് ഇരയാവുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന രീതിയിലേക്ക് വന്നത് എന്തുകൊണ്ടായിരിക്കണം? തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ ബലാബലമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ശബരിമലയിൽ 2 സ്ത്രീകൾ പ്രവേശിച്ചു എന്നതുകൊണ്ട് മൊത്തം ആളിപ്പടർന്ന പ്രശ്നമായിട്ട് കണക്കാക്കുന്നതിൽ കാര്യമില്ല. കാരണം ഇത് സുപ്രീം കോടതിയുടെ വിധിയാണ്. അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നതിൽ ഒരു തെറ്റുമില്ല. അത് തടയാൻ ആർക്കും പറ്റില്ല. സാധാരണ ഇത് സർക്കാരും പോലീസൊക്കെ ഇതിന് വേണ്ട സൗകര്യങ്ങൾ, അവർക്ക് സൗകര്യം തന്നെ സംരക്ഷണം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നു. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് 2 സ്ത്രീകൾ പ്രവേശിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞ മൂന്നാമത്തെ ശശികല കൂടിയ 3 സ്ത്രീകൾ അവിടെ പ്രവേശിച്ചു. അറിയാത്ത എത്ര പേര് പ്രവേശിച്ചിട്ടുണ്ടാകും? അപ്പോൾ അങ്ങനെ അത് നടക്കുന്ന കാര്യം അവിടെയുള്ള പ്രശ്നമാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകളെ തടയുന്നൊരവസ്ഥയിലേക്ക് പോയാൽ, നേരത്തെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലെ പോയാൽ നമുക്കതിനെ ന്യായീകരിക്കാം. ഇപ്പോഴതല്ല നടക്കുന്നത്. ഇപ്പോൾ ശബരിമല പ്രശ്നങ്ങളൊന്നുമില്ല. ഹർത്താൽ, കേരളം മുഴുവൻ കത്തിയ ഹർത്താൽ ദിവസം പോലും ശബരിമലയിൽ റെക്കോർഡ് ഭക്തന്മാരുടെ പ്രവാഹമായിരുന്നു. അത്രയും ആളുകൾ അവിടെ വരുന്നൊരവസ്ഥ ഉണ്ടായി. പക്ഷേ കേരളം മുഴുവൻ കത്തുകയായിരുന്നു. ഇവിടെ പ്രശ്നം അതാണ്. ഈ കേരളം മുഴുവൻ ഈ രാഷ്ട്രീയ പാർട്ടികൾ ബലാബലം നടത്തുമ്പോൾ EP ജയരാജൻ പറഞ്ഞൊരു കാര്യം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. EP ജയരാജൻ പറഞ്ഞ സർക്കാർ എല്ലാ സൗകര്യങ്ങളും ചെയ്യും, CPM വിചാരിച്ചാൽ മാത്രം തീരുന്ന പ്രശ്നമില്ലാന്ന്. അതങ്ങനെ പറയുമ്പോൾ പ്രതിരോധമാണ് ഞങ്ങൾ നടത്തുക. എല്ലാ പാർട്ടിക്കാരും പറയുന്നൊരു കാര്യമാണ്. പ്രതിരോധം നടത്തുന്നു, മറ്റുള്ള ആളുകൾ ഞങ്ങൾ ആക്രമിക്കുമ്പോൾ ഞങ്ങളുടെ ആളുകൾ പ്രതിരോധിക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടിക്ക് അത് പറയാനുള്ള അർഹതയില്ല, അവകാശവുമില്ല. കാരണം ഭരിക്കുന്ന പാർട്ടി എപ്പോഴും കണക്കാക്കേണ്ടത് ഇവിടെ അക്രമം ഉണ്ടാക്കുന്ന പല ആളുകളുണ്ടാവും. സാമൂഹ്യദ്രോഹികളുണ്ടാകും, ഗുണ്ടകളുണ്ടാകും, അങ്ങനെ പലതും ഉണ്ടാകും. കൊട്ടേഷൻ സംഘങ്ങളുണ്ടാകും, എതിരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ ഉണ്ടാകും. ഇവരൊക്കെ ഇതൊക്കെ നടത്തുമ്പോൾ അത് തടയാനുള്ള ഒരു സംവിധാനം നമുക്ക് നിയമപരമായിട്ടുണ്ട്. ഈ നിയമപാലനം എന്ന് പറഞ്ഞിട്ട് പോലീസിംഗ് ഉണ്ടല്ലോ. ആ പോലീസ് സംവിധാനത്തെ ശക്തമായിട്ട് രംഗത്തിറക്കിയിട്ട് അത് തടയുക എന്നുള്ളതാണ് വേണ്ടത്. അല്ലാതെ എതിരാളികൾ അക്രമം നടത്തുമ്പോൾ ഞങ്ങൾ അതിന് പകരം വീട്ടിക്കൊള്ളാം, എന്നാൽ പോലീസ് വേണ്ട എന്ന് പറയുമ്പോൾ ഭരിക്കുന്ന ആളുകൾ തന്നെ പോലീസിനെ തള്ളിപ്പറയുന്നൊരവസ്ഥയാണ്. ഇവിടെയെല്ലാം നിയമ സംവിധാനത്തെ തള്ളിപ്പറയുന്നൊരവസ്ഥയാണ്. അത് ഇവിടെ BJPയുടെ ഭാഗത്തുനിന്ന്, സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്നൊക്കെ അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ CPM അടങ്ങിയിരിക്കുന്നു വയ്ക്കുക. എന്താണ് സംഭവിക്കുക? അവർ തുടർച്ചയായിട്ട് സജീവൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ മന്ത്രി AK ബാലൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇതില് പട്ടയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ 3253 പേർക്കാണ് പട്ടയം കൊടുക്കുന്നത്. അതിൽ 931 ST കുടുംബങ്ങളാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ഈ അക്രമ സംഭവങ്ങളുമായുള്ള ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് അദ്ദേഹം മാറിപ്പോയിരിക്കുന്ന മറ്റു വിഷയങ്ങൾ സംസാരിക്കുകയാണ്. അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ സജീവൻ, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്നുകൂടെ മനൂഭരത്തിലേക്ക് പോവുകയാണ്. അവിടെ പോലീസ് അവരുടെ റൂട്ട് മാർച്ച് നടത്താൻ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. മനു, ഇപ്പോഴത്തെ വിവരങ്ങൾ എന്താണ്? ഇപ്പോഴെവിടെയെങ്കിലും എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ?
സരീഷ്, ഇപ്പോൾ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോലീസ് വ്യാപകമായി റെയ്ഡ് നടത്തുകയും ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ പിടികൂടുകയും അതുപോലെ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന കേന്ദ്രങ്ങളെല്ലാം റെയ്ഡ് നടത്തുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ പോലീസ് ഏറ്റവും ഒടുവിൽ നീങ്ങുന്നത് കലാപബാധിത പ്രദേശങ്ങളിലൂടെ റൂട്ട് മാർച്ച് നടത്താനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. പുതിയ സ്റ്റാൻഡിൽ നിന്ന് ഈ റൂട്ട് മാർച്ച് ആരംഭിക്കും. പിന്നീട് ഈ എൻ ഷംസീറിന്റെ ഉൾപ്പെടെയുള്ള വീടുകൾക്ക് നേരെ ആക്രമണം നടന്ന ഈ മാടപ്പീടികയിലും അതുപോലെ തന്നെ ഈ മുരളീധരന്റെ വീടിന് ആക്രമണം നടന്ന പ്രദേശത്തും കൂടെയായിരിക്കും ഈ റൂട്ട് മാർച്ച് നടക്കുക. ഇത് പൊതുവെ ഈ ഒരു ഭീകരാന്തരീക്ഷം തലശ്ശേരിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ബോംബിനെ തുടർന്ന്. അത് ഒഴിവാക്കാൻ ഇത്തരത്തിലൊരു റൂട്ട് മാർച്ചിലൂടെ കഴിയുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. വൈകുന്നേരത്തോടുകൂടി രാഷ്ട്രീയ കക്ഷികളും അവരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി കൂടുതൽ സംഘർഷ സാധ്യത ഉണ്ടാകും, വൈകാരികമായുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നൊക്കെ തന്നെ പോലീസ് മുൻകൂട്ടി കാണുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു റൂട്ട് മാർച്ചും പ്രത്യേകിച്ച് സായുധ പോലീസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റൂട്ട് മാർച്ചിന് പോലീസ് തയ്യാറെടുക്കുന്നത്. തലശ്ശേരി ASP അരവിന്ദ് സുകുമാറിന്റെ നേതൃത്വത്തിലാണ് സംഘം ഇപ്പോൾ അല്പസമയത്തിനകം ഇപ്പോൾ പുതിയ സ്റ്റാൻഡിലേക്ക് തിരിച്ചിട്ടുണ്ട്. അടുത്ത സമയത്തിനകം ബസ് സ്റ്റാൻഡിൽ നിന്ന് റൂട്ട് മാർച്ച് ആരംഭിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ റൂട്ട് മാർച്ച് ആരംഭിക്കുകയാണ് കണ്ണൂരിൽ. അതിശക്തമായുള്ള നടപടികൾ സ്വീകരിക്കും പോലീസ് ഈ അക്രമ സംഭവങ്ങൾ അടിച്ചമർത്താൻ എന്നതാണ് പോലീസിന്റെ നിലപാട്. കരുതൽ തടങ്കലിൽ ആളുകളെ എടുക്കുക, 1,300ഓളം ആളുകളെ കരുതൽ തടങ്കലിൽ എടുക്കുക എന്നതുപോലുള്ള നടപടികളിലേക്ക് പോലീസ് പോവുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂരിലാണ് കൂടുതലായിട്ടും ഈ സംഘർഷാവസ്ഥയൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘർഷാവസ്ഥ കൂടുതലായി ഉണ്ടാകുമോ എന്ന ആശങ്കയുള്ളത്. മറ്റ് ജില്ലകളിലും മലപ്പുറത്തും കോഴിക്കോടും ചിലയിടങ്ങളിൽ ആക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു വ്യാപകമായിട്ടുള്ള സംഗതികളിലേക്ക് പോയിട്ടില്ല. കണ്ണൂരിൽ പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കളുടെ വീടുകൾക്ക് നേരെ ബോംബേറ് ഉണ്ടാകുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് കണ്ണൂരിൽ സംഭവിച്ചിരിക്കുന്നത്. തലശ്ശേരിയിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ AN ഷംസീർ MLA-യുടെയും B മുരളീധരൻ MP-യുടെയും വീടുകൾക്ക് നേരെ ആക്രമണം നടന്ന ബോംബേറുണ്ടായ തലശ്ശേരിയിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ റൂട്ട് മാർച്ചിലേക്ക് കാര്യങ്ങൾ പോകും. അതിലേക്കൊക്കെ വരാം. കണ്ണൂരിൽ പോലീസിൻ്റെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ, ക്രമീകരണങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സുരക്ഷാ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള റൂട്ട് മാർച്ച് പോലീസ് അവിടെ തലശ്ശേരിയിൽ നടത്താൻ ഉള്ള തയ്യാറെടുപ്പുകളിലാണ്. ഇപ്പോൾ വലിയ അക്രമ സംഭവങ്ങളോ സംഘർഷാവസ്ഥയോ ഒന്നും എവിടെയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. എങ്കിലും അങ്ങനെ ഉണ്ടായേക്കാം എന്നൊരു ആശങ്ക പോലീസിനുണ്ട്. അതിനുള്ള സർവ്വ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തുകയാണ്. കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും പോലീസ്, സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ചിലയിടങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് ഉണ്ടായേക്കാം എന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളുടെ വീടിന് നേരെയാണ് നേരത്തെ ഇന്നലെ ആക്രമണം ഉണ്ടായത്. AN ഷംസീർ MLA-യുടെയും B മുരളീധരൻ MP-യുടെയും വീടുകൾക്ക് നേരെ. ഒപ്പം CPM-ൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി, ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ശ്രീ P ശശിയുടെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. വീടിന് നേരെ ഉണ്ടായത് ആസൂത്രിതമായ ആക്രമണമാണെന്ന് അദ്ദേഹം P ശശി പറഞ്ഞു. മനഃപൂർവ്വം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്നും അദ്ദേഹം നേരത്തെ ന്യൂസ് 18നോട് പറഞ്ഞു. CPM മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ശശിയുടെ വീട് ഇന്നലെ രാത്രി RSS ആക്രമണത്തിൽ തകർന്നതിൻ്റെ ദൃശ്യങ്ങളാണ് എനിക്ക് പുറകിലുള്ളത്. ഇപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ആക്രമിച്ചത്? ആരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വീട്ടിൽ എന്തായിരുന്നു സംഭവം? ഇന്നലെ രാത്രി 11 മണിക്കായിരുന്നു സംഭവം. ഞാൻ എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയം 12 മണിക്കാണ് ഞാൻ വീട്ടിലെത്തിയത്. വീട്ടിൽ ഭാര്യയും മകൻ സഞ്ജയാണ് ഉണ്ടായിരുന്നത്. റോഡിൽ ബൈക്കിൽ വന്ന് ഇറങ്ങിയിട്ടുള്ള ആളുകളാണ് വീട്ടിന് നേരെ ബോംബെറിഞ്ഞത്. ബോംബ് നല്ല മാരക പ്രഹരശേഷിയുള്ള ബോംബ് തന്നെയായിരുന്നു. വീട്ടിനകത്ത് ഇതിൻ്റെ സ്റ്റീൽ കഷ്ണങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത വീട്ടിൻ്റെ മുറ്റത്തും സ്റ്റീലിൻ്റെ അവശിഷ്ടങ്ങൾ ബോംബ് പൊട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് വീട്ടിലാർക്കും പരിക്കൊന്നും പറ്റിയില്ല. പക്ഷേ വീടിന് സാരമായ നാശനഷ്ടം. സ്വാഭാവികമായും വീട്ടിലെ സ്ത്രീകളൊക്കെ ഭയന്നു പോയി കാണും. നല്ല ഭയമുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടല്ലത്. വീട്ടിലെ സ്ത്രീകൾ മാത്രമല്ല, പരിസരവാസികളും വലിയ തോതിൽ ഭീതി ഉണ്ടായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ആസൂത്രിതമായിട്ട് നാട്ടിൽ നിലനിൽക്കുന്ന സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിത പ്രവർത്തനമായിട്ടാണ്, പ്രകോപനപരമായിട്ട് ഉള്ള ഒരു ആസൂത്രണമാണ് ഈ കാര്യത്തിൽ നടന്നിട്ടുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നലെ SP-യുടെ നേതൃത്വത്തിൽ സാനുരഞ്ജന ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. അതിനിടയിലാണ് ഷംസീറിൻ്റെയും അങ്ങനെയൊക്കെ വീട്ടിൽ അതിന് ശേഷമൊക്കെയാണ്. തീർച്ചയായിട്ടും അതാണ് സംഭവിച്ചത്. അത് ഞാൻ പറഞ്ഞത്, ആസൂത്രിതമായിട്ട് സമാധാനം ഇല്ലാതാക്കുക, പ്രകോപനം ഉണ്ടാക്കുക, നാട്ടിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം.
അതാണ് വളരെ ആസൂത്രിതമായാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു അക്രമം നടന്നത് എന്നാണ് ശ്രീ പി ശശി പറയുന്നത്. അതുപോലെ തന്നെ എൻ ഷംസീർ MLA വീടിനും നേരെയും ഇന്നലെ രാത്രി 10:15 ഇത്തരത്തിൽ ബോംബ് ഉണ്ടായിരുന്നു. ഏതായാലും കണ്ണൂർ തലശ്ശേരിയിൽ വലിയ തോതിൽ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ സാധാരണഗതിയിലേക്ക് മടങ്ങും എന്ന പ്രത്യാശ തന്നെയാണ് പോലീസ് ഇപ്പോഴും നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. സംസ്ഥാനത്ത് നടക്കുന്നത് ആസൂത്രിത ആക്രമണമാണെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ കെ സുധാകരൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സുധാകരൻ, ആസൂത്രിത ആക്രമണമാണ് നടക്കുന്നത്, അതിന് പിന്നിൽ BJP-കാരും സംഘപരിവാരക്കാരുമാണെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്. ഇത് ഈ സംഘർഷാവസ്ഥ വീണ്ടും കണ്ണൂരിനെ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണോ? BJP-കാരും RSS-കാരും മാത്രമാണെന്ന CPM-ന്റെ വാദത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇതിനകത്ത് തുല്യ പങ്കാളിത്തം CPM-നും BJP-ക്കും തുല്യ പങ്കാളിത്തം ഈ അക്രമത്തിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി അതിനെല്ലാം അപ്പുറത്ത് നാട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഒതുക്കേണ്ടുന്ന പ്രശ്നം വീണ്ടും വീണ്ടും പ്രകോപിപ്പിച്ച് പ്രസ്താവന ഇറക്കി പ്രകോപിപ്പിച്ച് ആളുകളെ അക്രമത്തിലേക്ക് നയിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹം ഒരു രസികത്വം പറഞ്ഞ് ആളുകൾക്ക് വാശി കൂട്ടല്ലേ? അദ്ദേഹം ആളുകളെ കളിയാക്കി ആളുകളേക്ക് വാശി ഉണ്ടാക്കിയല്ലേ? അദ്ദേഹത്തിന്റെ ഓരോ വാക്കും ആളുകളെ പുച്ഛിക്കുന്നതും പരിഹസിക്കുന്നതുമല്ലേ? ആളുകളെ കേട്ടിരിക്കുമോ? സ്വാഭാവികമായും ഈ അക്രമത്തിന്റെ അകത്ത് തീയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും മുഖ്യമന്ത്രിയുടെ പ്രസംഗവും ഒരു വലിയ ഘടകമാണ്. ഒരു മുഖ്യമന്ത്രിക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിവരമില്ലായ്മ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റൂ. ഒരു പ്രശ്നം ശാന്തമാകേണ്ടടുത്ത് അത് പിന്നെയും പ്രകോപിപ്പിച്ച് പ്രശ്നത്തെ വളർത്തിയെടുക്കുന്നത് സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ എന്ന് പറയുമ്പം ആരെ കുറ്റപ്പെടുത്തണം? അതാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീ സുധാകരൻ, ശ്രീ എ സജീവൻ, ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഈ അക്രമ സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റക്കാരൻ മുഖ്യമന്ത്രി തന്നെയാണ് എന്നാണ് ശ്രീ കെ സുധാകരൻ പറയുന്നത്. ആ നിലക്ക് കണക്കിലെടുക്കേണ്ടുന്ന കാര്യമല്ലേ അത്? പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി ഈ സംഭവത്തിൽ രണ്ടാമത് ശശികലയുടെ ഈ സന്നിധാനത്തേക്കുള്ള എത്തിച്ചേരൽ അത് ഉണ്ട് എന്നോ ഇല്ലയോ എന്നോ ഇപ്പോഴും കൺഫ്യൂഷനായിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു സംഭവത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞുള്ള പ്രസംഗം, അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടല്ലോ, അത് വളരെ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലാണ്. കാരണം മറ്റുള്ള ആളുകൾ ഒരാൾ വന്നാലും പോയാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമാവേണ്ടാത്തതാണ്, അതൊരു വെല്ലുവിളിയുടെ പ്രശ്നമാക്കി എടുക്കാൻ പാടില്ലാത്തതാണ്. അവിടെ നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ ഇനിയും ഹർത്താൽ നടത്തുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ല എന്ന രീതിയിൽ ചോദിക്കേണ്ടതില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ 2 പേര് നേരത്തെ വന്നു, അതേപോലെ വേറെ ആളുകൾ പോകുന്നത് അവരെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അത് പോലീസിൻ്റെ ചുമതലയാണ്. അതല്ലാതെ ഇത് സർക്കാർ നേരിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളിതാ ഓരോരുത്തരെയും കയറ്റി വിടുന്നു എന്ന രീതിയിൽ, ഇപ്പോൾ കയറ്റി വിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യത്തെ 2 പേരും കനകദുർഗയും ബിന്ദുവും ചെയ്തിട്ടുള്ള അവർ പറഞ്ഞല്ലോ, ഞങ്ങൾ പോലീസിനെ ഞങ്ങൾ ഉപയോഗിക്കുകയായിരുന്നു, പോലീസ് ഞങ്ങൾ ഉപയോഗിക്കായിരുന്നില്ല. കാരണം അവരുടെ സംരക്ഷണം വാങ്ങിയിട്ട് ഞങ്ങളവിടെ പോകാൻ ഞങ്ങളുടെ താല്പര്യത്തിൽ പോയി എന്ന് പറയുന്നു. അപ്പോൾ അതങ്ങനെ പോലീസിൻ്റെ ചുമതലയാണത്. കാരണം സുപ്രീം കോടതിയുടെ വിധിപ്രകാരമുള്ള ഒരു കാര്യത്തിൽ അവർക്ക് അവകാശമാണ് അവിടെ പോകാൻ. അതിന് സംരക്ഷണം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം, ചോദിച്ചിട്ടില്ലെങ്കിൽ കൊടുക്കണ്ട. അപ്പോൾ ചോദിക്കാതെ ആളുകൾ പോകുന്നതും ചോദിച്ചു പോകുന്നതൊക്കെ അതൊക്കെ സ്വാഭാവികമായി നടക്കേണ്ട കാര്യമാണ്. അതിനെ എടുത്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഹർത്താൽ നടത്തുന്നില്ല എന്ന് ചോദിക്കുന്നത് സ്വാഭാവികമായ നടപടിയല്ല, അത് ശരിയായ നടപടിയല്ല. പ്രകോപനം ഉണ്ടാക്കാൻ ഒരു പരിധി വരെ അത് വഴിവെക്കും. അതല്ലാതെ മുഖ്യമന്ത്രി പൂർണ്ണമായിട്ടും ഇതൊരു വല്ല ഭീകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അത് മുഖ്യ കുറ്റവാളിയാണെന്ന് ഞാൻ പറയില്ല. ശ്രീ കെ സുധാകരൻ, ഇവിടെ ഈ സ്ത്രീകൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശമുണ്ട് ഈ വിധിപ്രകാരം. അങ്ങനെ പ്രവേശിക്കാൻ തയ്യാറായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും സാരമില്ല എന്ന നല്ല ആർജവത്തോടു കൂടി വരുന്ന സ്ത്രീകളുണ്ട് നാട്ടിൽ. ഈ പറയുന്ന BJP നേതാവ് വി മുരളീധരൻ തന്നെയും പറയുന്നത് പോലെ സംസ്ഥാന സർക്കാരിന് അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്, അവർക്ക് സുരക്ഷ കൊടുക്കാൻ പോലീസിന് ഉത്തരവാദിത്തമുണ്ട്, സ്ത്രീകൾക്ക് അവകാശവുമുണ്ട്. അത് അദ്ദേഹം തന്നെയും സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആളുകൾ വരുമ്പോൾ ഈ ആളുകൾ പ്രവേശിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ പത്രത്തിലുള്ളത് 10ഓളം പേർ സ്ത്രീകൾ ഇതിനകം തന്നെ കയറിയിട്ടുണ്ട് എന്നാണ്. അത് ഒരു പ്രകോപനമായിട്ട് ആളുകൾ, അതിനെ എതിർക്കുന്ന ആളുകൾ അക്രമം നടത്തി തുടങ്ങിയാൽ നമ്മുടെ സംസ്ഥാനത്ത് വലിയ പ്രശ്നങ്ങളല്ലേ ഉണ്ടാവുക? അല്ല, അതിനൊന്നും ഉത്തരവാദി ഭക്തജനങ്ങളല്ല, ഇതിൽ പ്രതിഷേധിക്കുന്നവരല്ല. ഭക്തജനങ്ങൾ അവരുടെ വികാരം വ്രണപ്പെട്ട സ്ഥിതിക്ക് അവരുടെ വികാരം അണപൊട്ടി ഒഴുകും. അത് സ്വാഭാവികമാണ്, അതൊരു മനുഷ്യന്റെ സ്വഭാവമല്ലേ.
അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ എന്റെ വിശ്വാസത്തെ നിങ്ങൾ മുറിവേൽപ്പിക്കുമ്പോ എനിക്ക് പ്രതികാരം ഉണ്ടാവില്ലേ? സ്വാഭാവികമല്ലേ മനുഷ്യന്റെ? പക്ഷേ അതിനുള്ള വഴി ഉണ്ടാക്കേണ്ട ആരെന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ഓർക്കേണ്ടുന്നത്, ഒരു സാവകാശ പെറ്റീഷൻ കൊടുത്തതിന് ശേഷമാണ് ഈ ഗവൺമെന്റ് പാത്തും പതുങ്ങിയും കള്ളന്മാരെ കൊണ്ടുപോകുന്നത് പോലെ ശബരിമലയിൽ കൊണ്ടുപോയി ദർശനം നടത്തി മടക്കി അയച്ച് ഒരു പ്രതികാരം നടത്തുകയാണ്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാ സാവകാശ പെറ്റീഷൻ കൊടുത്തത്? ഈ ഗവൺമെന്റുമായി ആലോചിച്ചിട്ടില്ലേ സാവകാശ പെറ്റീഷൻ കൊടുത്തത് ദേവസ്വം ബോർഡ്? സാവകാശ പെറ്റീഷൻ കൊടുത്താൽ ആ സാവകാശ പെറ്റീഷന്റെ പുറത്ത് കോടതി ഒരു ഉത്തരവ് പറയുന്നത് വരെ. ഒറ്റ നിമിഷം ശ്രീ സുധാകരൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സുധാകരൻ, താങ്കൾ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി ശ്രീ എം.പി. ഗോവിന്ദൻ മാസ്റ്ററും കൂടെ ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് ഒന്ന് പോയതിനു ശേഷം ഞാൻ തിരിച്ചു വരാം. ശ്രീ എം.പി. ഗോവിന്ദൻ മാസ്റ്റർ, മുഖ്യമന്ത്രിക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ഇപ്പോൾ നടക്കുന്ന അക്രമ സംഭവങ്ങളുടെ കാര്യത്തിൽ എന്നാണ് ശ്രീ കെ സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അവിടെ സ്ത്രീകൾ പ്രവേശിച്ചതിന് ശേഷവും പ്രകോപനമുണ്ടാക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് രണ്ടുപേർ പ്രവേശിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഹർത്താൽ ഒരാൾ പ്രവേശിച്ചപ്പോൾ ഇല്ലാത്തത് എന്ന മട്ടിൽ പരിഹസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെയും പറയുന്ന സാഹചര്യം ഈ അക്രമങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അത് ഒരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് അല്ലേ? അല്ല. കാരണം എന്താ, ജനങ്ങൾ എവിടെ ആക്രമിക്കൊന്നുമില്ല. ഒരു അക്രമത്തിനും ജനങ്ങളില്ല. കേരളത്തിൽ അക്രമം നടത്തുന്നതൊന്നും ജനങ്ങളല്ല, ഒരു വിശ്വാസിയുമല്ല. വിശ്വാസമില്ലാത്ത ക്രിമിനൽ സംഘമാണ് RSSന്റെ, BJPയുടെ ക്രിമിനൽ സംഘമാണ്. അവർക്കൊരു വിശ്വാസമില്ല. ആ വിശ്വാസം അവർ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. വിശ്വാസം ഒരു അടക്കമായിട്ട് ഉപയോഗിക്കുന്ന ക്രിമിനൽ സംഘം അവിടെ ഇവിടെ നടന്നിട്ട് ഈ അക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ ഒരു ജനതയുമില്ല, ഒരു വിശ്വാസവുമില്ല, വിശ്വാസികളൊന്നുമില്ല. വിശ്വാസികളുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച സ്ത്രീകളൊക്കെ മുമ്പ് തടഞ്ഞ പോലെ വിശ്വാസിന്റെ പേരിൽ ഈ ക്രിമിനൽ സംഘം തടഞ്ഞല്ലോ. അതുപോലെ ആരെങ്കിലും തടയണ്ടേ? ആരെങ്കിലും മുണ്ടുന്നുണ്ടോ? അവരെല്ലാം വിശ്വാസികളെന്ന രീതിയിൽ മുമ്പോട്ടേക്ക് പോവുകയാണ്. ആ വിശ്വാസികൾക്കൊന്നും യാതൊരു കുഴപ്പമില്ല. വിശ്വാസികൾക്ക് എന്ന് പേര് പറഞ്ഞിട്ട് നടത്തുന്ന കടന്നാക്രമങ്ങൾ ഒന്നും വിശ്വാസി നടത്തുന്നതല്ല. പക്ഷേ ശ്രീ എം.പി. ഗോവിന്ദൻ മാസ്റ്റർ, ഇപ്പോൾ വിശ്വാസികളാണ് ഈ അക്രമം നടത്തുന്നതെന്ന് കെ സുധാകരനും പറയുന്നില്ല. പക്ഷേ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അക്രമം ഉണ്ടാകാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കൂടെ പങ്കുവഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് മനസ്സിലായത് സാഹചര്യം എന്താന്ന് പറയാം. സാഹചര്യം വിശ്വാസികൾക്ക് എന്തെങ്കിലും ഭയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവണമെന്ന് അപ്പോഴല്ലേ വിശ്വാസികളല്ലേ അത് പ്രതീക്ഷിക്കാം. ഈ വിശ്വാസികൾക്ക് മാറ്റി എന്ന് പറഞ്ഞിട്ട് ക്രിമിനൽ സംഘം അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ ശ്രീ കെ സുധാകരൻ. അതായത് വിശ്വാസികൾ അവിടെ ഈ സ്ത്രീകൾ 10ഓളം പേർ പ്രവേശിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെയും അവിടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുകയാണ്. ആളുകൾ ശബരിമലയിലേക്ക് പോകുന്നത് കുറയ്ക്കുന്നില്ല, വിശ്വാസികളുടെ എണ്ണം കൂടുകയാണ്, ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടില്ല. ആദ്യ ദിവസം നടത്തിയ ഈ പറയുന്ന ശുദ്ധീകരണ പ്രക്രിയ പോലും രണ്ടാമത് നടന്നിട്ടില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ആളുകൾ കാര്യങ്ങൾ നടത്തി പോകുന്നു. അപ്പോൾ ഇത് പുറത്ത് രാഷ്ട്രീയമാണ് സംഭവിക്കുന്നത് എന്നതിനെ അങ്ങനെ കാണുന്നതായിരിക്കില്ലേ ശരി ശ്രീ സുധാകരൻ? ഈ ക്രിമിനലുകളാണെന്ന് പറയുന്നത് ആപേക്ഷികമാണ്. BJPക്കാർ CPM-കാരെ കൊണ്ട് പറയും ക്രിമിനലുകളാണ് എന്ന്, CPM-കാർ പറയും BJPക്കാരെ കൊണ്ട് ക്രിമിനലുകളാണ് എന്ന്. ഇത് രണ്ടും ക്രിമിനലുകളാണ് എന്ന് നമ്മൾ പറയും. ഈ രാജ്യത്ത് ഇതൊക്കെ ആപേക്ഷികമാണ് ഈ പദപ്രയോഗമൊക്കെ. ഇതിനകത്തൊരു വസ്തുനിഷ്ഠമായ കാര്യം അംഗീകരിക്കണം. ഇതിനകത്ത് ജനവികാരം രണ്ടായി മുറിപ്പെട്ടിരിക്കുന്നു, രണ്ടായി പഴുത്തപ്പെട്ടിരിക്കുന്നു. ഒന്ന് വിശ്വാസികളും ഒന്ന് വിശ്വാസ ലംഘകരും. അത് രണ്ടുപേരും അപ്പുറം ഇപ്പുറം നിന്ന് ഫൈറ്റ് നടക്കുകയാണ് ഇവിടെ. ആ ഫൈറ്റ് നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് എരിതിയിൽ എണ്ണയൊഴിക്കും പോലെ മുഖ്യമന്ത്രി ഇങ്ങനെ പരിഹാസ വാക്കുകളും ധിക്കാര വാക്കുകളും ഒക്കെ പറഞ്ഞ് ആളുകൾക്ക് ചൂടാക്കി കൊടുക്കാൻ സുധാകരൻ, താങ്കൾ ഇതുപോലെ ഈ പറയുന്ന ഒരു MLA-യുടെയും MP-യുടെയും വസതിക്കടക്കം നേരെ ആക്രമണം നടക്കുമ്പോൾ ഇത് ഈ ജനവികാരം എന്നൊക്കെ പറഞ്ഞ് താങ്കളെ പോലെ ഒരു നേതാവ് പറയുമ്പോൾ ആ അക്രമം കൂടാനുള്ള ഒരു കാരണമാവുകയല്ലേ അതും ചെയ്യുക? മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തെറ്റാണെങ്കിൽ താങ്കൾ ഈ സംസാരിക്കുന്ന കാര്യം കൂടെ ആ തരത്തിലുള്ള ഫലമാണ് ഉണ്ടാക്കുക എന്ന് കാണേണ്ടതല്ലേ? കേട്ടില്ല. അതായത് താങ്കൾ ഇപ്പോഴും ഈ ജനവികാരമാണ്, വിശ്വാസികളുടെ വികാരമാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നതായി തോന്നുന്നുണ്ടാകും പുറത്തുള്ള ആളുകൾക്ക്. അപ്പോൾ ഈ അക്രമത്തെ എതിർക്കുന്നതിന് പകരം ഇതൊരു ജനവികാരം ഇതിന് കാരണമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ വാക്കുകൾ കൂടെ ഈ അക്രമങ്ങൾക്ക് കാരണമാവുകയല്ലേ ചെയ്യുക? അതിന്റെ ഊർജ്ജം കൂട്ടുകയല്ലേ ചെയ്യുക? മുഖ്യമന്ത്രി ചെയ്യുന്ന അതേ കാര്യമല്ലേ താങ്കളും ചെയ്യുന്നത്? ഒരു പ്രശ്നത്തിന്റെ വസ്തുനിഷ്ഠമായ കാര്യമല്ലേ ഞാൻ പറയേണ്ടുന്നത്, അല്ലാതെ ഞാൻ വെറുതെ പൊത്തിവെച്ച് സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ നടക്കുന്നത് എന്താ? വിശ്വാസം വ്രണപ്പെട്ട സാഹചര്യത്തിലുണ്ടായ അക്രമമല്ലേ? ആ അക്രമത്തിനകത്ത് വിശ്വാസികൾ മാത്രമാവണമെന്നില്ല. ഒരുപക്ഷെ അങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് ക്രിമിനലുകൾ ഉണ്ടാവാം, സാമൂഹ്യ വിരുദ്ധരുണ്ടാവാം. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ആ സാമൂഹ്യ വിരുദ്ധരുടെ കൈകളിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. കൊള്ളയടിക്കപ്പെടാം, പോലീസുകാർക്ക് നേരെ അക്രമം ഉണ്ടാവാം, ഭക്തജനങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടാകാം, ഒക്കെ ശരിയാണ്. പക്ഷെ ഇതൊക്കെ എവിടുന്ന തുടക്കം? ആ തുടക്കത്തിനല്ലേ പരിഹാരം ഉണ്ടാവേണ്ടത്. ആ തുടക്കത്തിന് പരിഹാരമില്ലാതെ രോഗമറിയാതെ ചികിത്സിച്ച കാര്യമുണ്ടോ? നേരെ മുകളിൽ മാത്രം എണ്ണ വെച്ചത് കൊണ്ട് കാര്യമുണ്ടോ? അത് മാറണമെങ്കിൽ
വസ്തുത എന്താണ്? ആ വസ്തുതയ്ക്ക് പരിഹാരം കാണാൻ ഉത്തരവാദപ്പെട്ടവർ ഗവൺമെന്റല്ലേ ആരെക്കാളും മുമ്പിൽ. ഈ നാട് ഇങ്ങനെ കത്തിക്കരിയണോ? ഈ നാട് ഇങ്ങനെ കത്തിക്കരിയുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? സമാധാനം സംരക്ഷിക്കാൻ സാധിക്കാത്ത കഴിവുകെട്ട ഗവൺമെന്റിന്റെ കഴിവുകേടല്ലേ? അതിന് വിമർശിക്കേണ്ടി വരില്ലേ? ഇവിടെ സമാധാനം പാലിക്കേണ്ടുന്ന ഗവൺമെന്റ് തന്നെ സമാധാന ഭംഗം വരുത്തുന്ന നടപടികൾ സ്വീകരിച്ചാൽ ഈ നാട്ടിൽ സമാധാനം നിലനിൽക്കുമോ? അതാണ് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ. ആ ചോദ്യങ്ങളൊക്കെയാണ് അദ്ദേഹം കോൺഗ്രസ്സുകാരാണ് മുന്നോട്ട് വെക്കുന്നത്. അതായത് ഈ ആക്രമണം നടന്നു എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന BJP-കാരല്ല, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളാണ് ഈ പറയുന്നത്. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ. BJP-ക്കും കോൺഗ്രസിനും ഒരേ നിലപാടാണ്. കാരണം വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ക്രിമിനലുകൾ അഴിഞ്ഞാടുമ്പോൾ ആ ക്രിമിനലുകൾ അഴിഞ്ഞാടുന്നതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിനെ പ്രതിഷേധിക്കാൻ പോലുമോ കോൺഗ്രസിന് സാധിക്കുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് RSSും BJP-യും അതിന്റെ രണ്ടാമത്തെ B ടീമായിട്ട് കോൺഗ്രസും ഈ കേരളത്തിൽ വിശ്വാസത്തിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് BJP-ക്കും RSSനും പിന്തുണ നൽകുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഇതാണ് സാഹചര്യം. ഇവിടെ വിശ്വാസി അവിശ്വാസികളുടെ ഒരു പ്രശ്നമില്ല. എല്ലാവരും വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി തന്നെ നിലകൊള്ളുന്നവരാണ്. ആരാ വിശ്വാസികൾക്കെതിരായിട്ടുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വിശ്വാസികൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയല്ല. ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ്. സുപ്രീം കോടതി വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ട് സ്ത്രീകൾക്ക് 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കുന്നതിന് താങ്കൾ നേരത്തെ ശ്രീ കെ സുധാകരൻ ചൂണ്ടിക്കാണിച്ച ആ പോയിന്റ് കേട്ടില്ലെന്ന് തോന്നുന്നു. അതായത് താങ്കൾ അതിനുശേഷമാണ് ടെലിഫോണിൽ വന്നത്. അതായത് മുഖ്യമന്ത്രി ഇന്നലെ പ്രസംഗിക്കുകയാണ്, 2 പേർ കയറിയപ്പോൾ ഹർത്താൽ നടത്തിയ ആളുകൾ എന്തുകൊണ്ടാണ് ഒരാൾ കയറിയപ്പോൾ നടത്താത്തത് എന്ന് പരിഹസിക്കുകയാണ്. ഈ പരിഹാസമൊക്കെ ഈ ആക്രമണത്തിന് കാരണമായിട്ട് വരുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രി അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അല്ല, ഇപ്പൊ ആളുകൾ കയറി തുടങ്ങിയല്ലോ. ഇപ്പൊ ഒരാളോ രണ്ടാളോ നോക്കല്ലോ. അവിടെ നിരവധി ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്, തുടങ്ങിയിരിക്കുകയാണ്. ഇനി ആളുകൾ കയറിക്കൊണ്ടിരിക്കും. അതിനിപ്പോ വേറെ പരിഹരിക്കുന്നു കൊണ്ടുള്ള ഒരു കാര്യമില്ല. അല്ല ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ഇവിടെ ഇതുകൊണ്ട് വ്രണപ്പെടുന്ന വികാരമുള്ള ആളുകളുണ്ട് എങ്കിൽ അവർക്ക് മേൽ ഇങ്ങനെ പരിഹസിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. പരിഹസിക്കുന്ന പദപ്രയോഗമാണ്. ആരും പരിഹസിക്കുന്നൊന്നുമില്ല. വിശ്വാസികൾ അവിടെ കയറുന്നത് ഞങ്ങൾ എതിരല്ല, ഗവൺമെന്റ് എതിരല്ല, ഞങ്ങൾ ഒന്നും എതിരല്ല. വിശ്വാസികളായിട്ടുള്ള 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾ അവിടെ കയറുന്നതിന് ഞങ്ങൾ അന്നും എതിരല്ല, ഇന്നും എതിരല്ല, നാളെ എതിരല്ല. ഒരേ നിലപാടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതാണ് ശ്രീ കെ സുധാകരൻ അവിടെ അതിനൊരു പരിഹാസം എന്ന നിലക്ക് കാണാതിരുന്നാൽ മതി. മുഖ്യമന്ത്രി ചോദിച്ചത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ചില വസ്തുതകൾ പൊത്തിവെച്ചുകൊണ്ട് സംസാരിക്കേണ്ടതില്ലോ എന്ന തോന്നൽ മുഖ്യമന്ത്രിക്കും വരാമല്ലോ. ശ്രീ കെ സുധാകരൻ അവിടെ മുഖ്യമന്ത്രിക്ക് തന്നെയും തോന്നാമല്ലോ, വസ്തുതകൾ എന്തിനു പൊത്തിവെക്കണം? 2 പേർ കയറി ആ വാർത്ത വന്നപ്പോൾ ഹർത്താൽ നടത്തി, ഒരാൾ കയറി ഹർത്താൽ ഒന്നുമില്ല, അവിടെ ശുദ്ധിക്രിയയുമില്ല, അങ്ങനെ പറഞ്ഞാൽ എന്താണ് കുഴപ്പമെന്ന് വിചാരിക്കാമല്ലോ. എല്ലാവരും കണ്ണുപൂട്ടി ഈ സംഭവങ്ങളൊന്നും കാണാതിരിക്കുക, കറുത്ത തുണി കൊണ്ട് കണ്ണ് കെട്ടുക, ഇതൊന്നും കാണാതിരിക്കുക, മറ്റ് തുണികൾ ചെവി കേൾക്കാതിരിക്കുക, അതാണ് നല്ല പരിഹാര മാർഗമെന്ന നിർദ്ദേശം നന്നായി. ഗോവിന്ദൻ മാഷിന്റെ പഴകി ദ്രവിച്ച പഴയ ആരോപണമുണ്ടല്ലോ, BJP-ന്റെ B ടീമാണ് കോൺഗ്രസ് എന്ന്. ഗോവിന്ദൻ മാഷ് കോൺഗ്രസിന്റെ BJP-ന്റെ ടീമൊന്നും B ടീമൊന്നും ആവണ്ട. ഈ ഇന്ത്യ രാജ്യത്ത് മുങ്ങിത്തപ്പിയ ഈ കൊച്ചു കേരളത്തിൽ ഒരു തുരുത്തു പോലെ നിൽക്കുന്ന നിങ്ങളുടെ ഒരു ഈർക്കിളി പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടിക്കാണ് ഒരു B ടീം ആകേണ്ടത്. ഗതികേട് കോൺഗ്രസിന് എന്താ ഗതികേട്? കോൺഗ്രസ് ഇന്ത്യയിലകത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തിപൂർവ്വം തിരിച്ചു വരുന്ന ഒരു പാർട്ടിയാ. ഞങ്ങൾക്കെതിരെ BJP-യുടെ B ടീം ആകുന്നത്? അഡ്രസ് ഇല്ലാത്ത നിങ്ങളുടെ പാർട്ടിക്കല്ലേ B ടീം ആകേണ്ടത്? നാണമില്ലാത്ത ആരോപണങ്ങൾ ഇതുപോലെ ഉന്നയിക്കാൻ ഇനിയും നിങ്ങൾക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നു? അത്ഭുതം തോന്നുകയാണ്. ദേശീയ നിങ്ങൾക്ക് ദേശീയ പാർട്ടിയുടെ ലേബലുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾ എന്തിനു B ടീം ആക്കുന്നത്? നിങ്ങൾ B ടീം ആയാൽ മതി. നിങ്ങൾക്ക് ആ B ടീം ആകേണ്ട ഗതികേട് കോൺഗ്രസിനാണെങ്കിൽ B ടീം ആകേണ്ട ഗതികേടില്ല. മനസ്സിലായില്ലേ? മനസ്സിലായോ ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ? അതാണ് അതിനുള്ള മറുപടി. അല്ല, മനസ്സിലാവുന്നില്ല. സുധാകരൻ പറയുന്നതിനൊന്നും യഥാർത്ഥത്തിൽ പ്രതികരിക്കാൻ തന്നെ മനസ്സിലാവുക. ഗോവിന്ദൻ മാഷ് മഹാനാണ്, ദിവ്യനാണ്. അദ്ദേഹം എന്റെ ഉത്തരവിഷയത്തിനൊന്നും ഉത്തരവില്ല. ശ്രീ കെ സുധാകരൻ, ഇത് തന്നെയല്ലേ പ്രശ്നം? ശ്രീ കെ സുധാകരൻ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അക്രമ സംഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ 2 പേരും സംസാരിച്ച് വരുമ്പോൾ താങ്കൾ അങ്ങേയറ്റം രോഷത്തോടുകൂടി ഇങ്ങനെയാണ് മറുപടി നൽകുന്നത്. അപ്പോൾ അതേ നാട്ടിൽ നിന്ന് വരുന്ന ശ്രീ പിണറായി വിജയൻ ഈ ഒരു സമയത്ത് ഒരല്പം പരിഹസിക്കാവുന്ന നിലപാടെടുത്താൽ അതിനെയൊക്കെ കുറ്റപ്പെടുത്താൻ സാധിക്കുക എങ്ങനെയാണ്? താങ്കൾക്ക് ഇപ്പോൾ താങ്കളുടെ പാർട്ടി B ടീമാണെന്ന് പറഞ്ഞപ്പോൾ വലിയ രോഷമുണ്ടായി. അദ്ദേഹത്തിനെതിരെ, നിങ്ങളുടെ പാർട്ടിക്കെതിരെ അദ്ദേഹം CPM എന്ന അദ്ദേഹത്തിന് ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിക്കെതിരെ വലിയ രൂക്ഷമായിട്ട് പരിഹാസ പ്രയോഗം നടത്തി. ഈ പറയുന്ന ചോദ്യം സ്വാഭാവികമായിട്ട് പിണറായി വിജയൻ ചോദിച്ചാൽ ഉടനെ നാട്ടിലിറങ്ങി അക്രമം നടത്തുക എന്ന് ശരിയായ കാര്യമായിരിക്കുമോ? 2 പേർ കയറിയപ്പോൾ ഹർത്താൽ ഉണ്ടായിരുന്നു, ഒരാൾ കയറിയപ്പോൾ ഹർത്താലില്ല, എന്തുകൊണ്ടാണതെന്ന് ചോദ്യം സ്വാഭാവികമല്ലേ?
ചോദ്യം ചോദിക്കുന്നത് ഒരു മുഖ്യമന്ത്രിയല്ല ഇതൊന്നും ഡീൽ ചെയ്യേണ്ടത്. ഇത്രയും നിസ്സാരമായ ഒരു കാര്യത്തിലൊന്നും ഒരു മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് പരിഹസിച്ച് പ്രസംഗിക്കുന്നതൊന്നും ഒരു സംസ്കാരമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശൈലിയാണ്. ഞാൻ ചോദിക്കുന്നത്, ബോർഡറിൽ യുദ്ധം ചെയ്യുമ്പോ പ്രതിരോധ മന്ത്രിയല്ല യുദ്ധം ചെയ്യാൻ പോകുന്നത്, അവിടുത്തെ പട്ടാളക്കാരാണ്. ഇവിടെ ക്രമസമാധാനം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യാൻ പോലീസുകാരുണ്ട്. അതിന് മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യണ്ട. ഒരു തന്ത്രിയെ വിമർശിക്കുക, തന്ത്രിയെ അപമാനിക്കുക ഒരു മുഖ്യമന്ത്രി, സംസ്കാരമുള്ള ഒരു മുഖ്യമന്ത്രി ചെയ്യോ? താഴെ നിലവാരമുള്ള ഒരു മുഖ്യമന്ത്രി അത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ താങ്കൾ ഈ പറയുന്ന ഇത്ര വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് അത്ര വലിയ അസ്വാഭാവികമായിട്ട് കാണണ്ട എന്ന് കൂടിയാണ് താങ്കൾ പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ വലിയ പ്രശ്നമായിട്ടാണ് പറയുന്നത്. ഇവിടെ പ്രശ്നം അവസാനിപ്പിക്കേണ്ടുന്നവർ തന്നെ പ്രശ്നം കത്തിക്കുകയാണ്. അതാ പറഞ്ഞല്ലോ ഉത്തരം. ഈ രാജ്യത്തെ രക്ഷിക്കേണ്ടത് ആരാ? ഭരിക്കുന്ന ഭരണകൂടമല്ലേ. അക്രമം ഇല്ലാതാക്കേണ്ടത് ആരാ? ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടമല്ലേ. ആ ഭരണകൂടം തന്നെ ആയുധവും കയ്യിലെടുത്ത് വെട്ടാനും കുത്താനും നടക്കുക. അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയാ, അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന മുഖ്യമന്ത്രിയാ. അങ്ങനത്തെ ഒരു സാമൂഹ്യ പ്രക്രിയ സമാധാനം ഉണ്ടാവുമോ? അതാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീ സുധാകരൻ താങ്കളിലേക്ക്. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ കൂടെ ടെലിഫോണിലുണ്ട്. ഇപ്പോൾ ശ്രീ BJP നേതാവ് ശ്രീ B. ഗോപാലകൃഷ്ണൻ കൂടെയുണ്ട്. ശ്രീ B. ഗോപാലകൃഷ്ണൻ, ഇവിടെ ശബരിമലയാണ് ഈ പ്രശ്നത്തിൻ്റെ എല്ലാം തുടക്കങ്ങളുടെ സ്ഥലം. അവിടെ ഒരു പ്രശ്നവുമില്ല. ആളുകൾ നല്ല നിലക്ക് ദർശനം നടത്തി തിരിച്ചു വരികയാണ് എന്നാണ് കാണുന്നത്. 10-12 സ്ത്രീകൾ അങ്ങോട്ട് കയറിയിട്ടുണ്ട് എന്ന വാർത്ത ഇന്ന് പത്രത്തിലുണ്ട് താനും. ഈ സ്ത്രീകളൊന്നും കയറിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ആദ്യത്തെ 2 ദിവസം 2 ആളുകൾ കയറിയ ശേഷമുള്ള ഹർത്താൽ അല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. പ്രശ്നമൊന്നുമില്ല. വിശ്വാസികൾക്ക് യാതൊരു കുഴപ്പവുമില്ല രാജ്യത്താകെ തന്നെയും. പക്ഷേ ഇത് രാഷ്ട്രീയ പ്രശ്നമായിട്ട് എടുത്തിട്ട് B. മുരളീധരൻ്റെ വീടിനേരെ ആക്രമണം, ഷംസീറിൻ്റെ വീടിനേരെ ആക്രമണം, തിരിച്ചും മറിച്ചുമൊക്കെ സംഭവിക്കുകയാണ്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് കണ്ട സ്ഥിതിക്ക് BJP ഒക്കെ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതല്ലേ നല്ലത്? ശ്രീ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ലെന്ന് തോന്നുന്നു. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ഇവിടെ BJPയേക്കാൾ ആ കാര്യത്തിൽ ഉത്തരവാദിത്തം CPM-നുണ്ട് എന്നാണ് ശ്രീ സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ ഭരിക്കുന്ന ആളുകൾ നിങ്ങളാണ്. അപ്പോൾ ഈ സംഭവത്തെ ഇനി അങ്ങോട്ട് വ്യാപിക്കാത്ത വിധം പിടിച്ചു നിർത്താനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതല്ലേ? ഉണ്ടാകുമോ? തീർച്ചയായും ഉണ്ടാവും. ഇത് വ്യാപിപ്പിക്കാൻ ഒരു തരത്തിലും അനുവദിക്കൂല. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യത്തോട് ലോകപൂർവമായി സുധാകരൻ പ്രതികരിച്ചു എന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞു. യഥാർത്ഥ സംഭവം എന്താണ്? കേരളത്തിൽ ഈ സുപ്രീം കോടതിയുടെ വിധി സെപ്റ്റംബർ 28-ാം തീയതി വന്നപ്പോൾ ആ വിധിയെ അനുകൂലിച്ച് നടന്നവരാ ഇവരൊക്കെ. പിന്നീട് വിശ്വാസത്തിന്റെ പേരിൽ ആളുകളെ സംഘടിപ്പിക്കാനാവുമെന്നുണ്ടപ്പോ അവസരവാദപരമായ നിലപാട് സ്വീകരിച്ച് BJPയുടെ പിന്നിൽ പോയവരാണ് കോൺഗ്രസ്. അതാണ്ടായേ. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇപ്പോഴും ഇവർ ഉദ്ദേശിക്കുന്ന പോലെ ഓർഡിനൻസ് ഉൾപ്പെടെയുള്ള പ്രശ്നം കൊണ്ടുവന്നപ്പോ അങ്ങനെയുള്ള പ്രശ്നത്തെ അനുവദിക്കുന്നില്ല. ആ രീതിയിൽ പ്രധാനമന്ത്രിയെ കാണാൻ പോലും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെയാണ് രാജ്യത്തിന്റെ മുമ്പിലുള്ള ഒരു അവസ്ഥ. RSകാരനും BJPക്കാരനും വളരെ ശക്തിയായിട്ട് ഈ സ്ത്രീകളുടെ പ്രവേശനത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. അപ്പൊ ഇവിടെ അവസരവാദപരമായ നിലപാട് സ്വീകരിച്ച് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലാണ് തർക്കമെന്ന് വരുത്തി തീർത്തിട്ട് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. കുഴപ്പമുണ്ടാക്കുന്നവർ വിശ്വാസിയല്ല, അവർക്ക് ഒരു വിശ്വാസവുമില്ല. വിശ്വാസത്തിന്റെ ലേബൽ ഉപയോഗിച്ച് ക്രിമിനൽ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള കടന്നാക്രമമാണ് നടത്തിക്കൊണ്ട് അതിനെ ഫലപ്രദമായിട്ട് നേരിടുകയും ചെയ്യും. അത് നേരിടാൻ സാധിക്കില്ല എന്നുള്ളത് ധരിക്കേണ്ടിയില്ല. ക്രമസമാധാനം പൂർണ്ണമായിട്ട് തകരുകയാണ്, കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള പ്രയോഗത്തിനൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ വരുന്ന ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളെ മുമ്പും നേരിട്ടിട്ടുണ്ട്, ഇനിയും നേരിടുക തന്നെ ചെയ്യും. അതിന് സാധിക്കുന്ന ഗവൺമെന്റാണ് കേരളത്തിൽ ഇടതുകൊണ്ട് ഗവൺമെന്റ്. പക്ഷേ ഈ കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തെമ്പാടുമുള്ള ജനത കാണുന്നുണ്ട് ആരാണ് ഈ ക്രിമിനൽ കുറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പത്രക്കാർക്കെതിരായിട്ട് ആരാണ് അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ജനങ്ങൾക്കെതിരായിട്ട് ആരാണ് അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആരാണ് വീട് കൈയേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതെല്ലാം ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ MLA-മാർക്കെതിരായിട്ട് അതുപോലെ തന്നെ നേതാക്കന്മാർക്കെതിരായിട്ട് ഒക്കെ കടന്നാക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന് ഈ ലോകം മുഴുവൻ ഇപ്പോഴും ചാനൽ വഴിയും അതുപോലെ തന്നെ മറ്റു വാർത്താ മാധ്യമങ്ങൾ വഴിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായ പ്രതിരോധം ഉണ്ടാവും. പത്രക്കാർക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തിയപ്പോൾ പത്രക്കാർ പ്രതിരോധിച്ചല്ലോ. BJPക്കാരന്റെ പത്രസമ്മേളനം അവർ ഉപേക്ഷിച്ചില്ലേ? അത് പക്ഷേ ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, അതൊരു സമാധാനപരമായ പ്രതിഷേധമായിരുന്നു. അതായത് ഞങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ അവരെ ബഹിഷ്കരിച്ചു, അത്രേ ഉണ്ടായുള്ളൂ. അല്ലാതെ ഈ തിരിച്ചടിക്കുക പോലുള്ള കാര്യങ്ങളിലേക്കൊന്നും ആരും പോയില്ല. അത് ചെയ്താൽ മതി CPM. ഞാൻ ഉദ്ദേശിക്കുന്നത് സമാധാനപരമായ പ്രതിരോധം തന്നെയാണ്. ശരിയായ രീതിയിൽ ഇത് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുക. ഈ RSSും BJPയും ക്രിമിനൽ സംഘമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ ജനങ്ങളുടെ മനസ്സ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യപ്പെടുക. അപ്പോഴേ ഇവർ ഒറ്റപ്പെടും. ഈ ആക്രമണകാരികളോ ക്രിമിനൽ കാര്യങ്ങളോ ഒന്നും തന്നെ തുടരാൻ പോകുന്നില്ല, രക്ഷപ്പെടാനും പോകുന്നില്ല. ശരി, ഒറ്റപ്പെടും.
ജനങ്ങൾ വളരെ ഒറ്റപ്പെടുന്ന വിഭാഗമായിട്ട് ഇവർ മാറും. ഈ വളരെ നന്ദി ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഞങ്ങളോട് സംസാരിച്ചതിന്. ഒപ്പം നന്ദി ശ്രീ സുധാകരൻ ഞങ്ങളോട് സംസാരിച്ചതിന്. ഇപ്പോൾ ശ്രീ എ സജീവൻ കൂടെ തുടരുന്നുണ്ട്. ശ്രീ സജീവൻ, ഇതാണ് നമ്മൾ ആദ്യം തുടങ്ങിയിടത്തേക്ക് കാര്യങ്ങൾ വീണ്ടും എത്തിയത് പോലെ തോന്നും ഈ സംഭാഷണങ്ങളെല്ലാം കഴിഞ്ഞാൽ. അതായത് ഒന്ന് ശബരിമല പ്രശ്നമാണ് ഇതിനാധാരമായിട്ടുള്ള സംഭവം. പക്ഷേ ശബരിമലയിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യങ്ങൾ നല്ല നിലക്ക് നടന്നു പോകുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. 5-8 പേർ സ്ത്രീകൾ അവിടേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ആദ്യമുണ്ടായിരുന്ന പ്രതിഷേധമോ മറ്റോ ഉണ്ടാകാതെ ആളുകൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇന്ന് മാതൃഭൂമി പത്രം തന്നെയും എഴുതിയിരിക്കുന്നത് 10 പേർ പ്രവേശിച്ചിട്ടുണ്ട്. അതിൻ്റെ കണക്കും ദൃശ്യങ്ങളുമൊക്കെ പോലീസിൻ്റെ കൈവശമുണ്ട്. അത് സുപ്രീം കോടതിക്ക് മുമ്പാകെ അവർ ഹാജരാക്കും എന്നാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുന്നു അവിടെ എന്ന തോന്നലില്ല. പക്ഷേ പിന്നീട് പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് വളരുകയാണ്. ശ്രീ കെ സുധാകരൻ സംസാരിച്ചതുപോലുള്ള ഈ പരസ്പരം പരിഹസിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ എതിർത്തുകൊണ്ടുള്ള സംഭവങ്ങൾ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും BJP-യുടെയും ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യും. ഇത് കൂടുതൽ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും എന്ന് വിചാരിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ ഇടപെട്ടില്ലെങ്കിൽ സർക്കാരിന് കൂടിയായിരിക്കും ക്ഷീണം എന്നൊരു ഇടപെടൽ, ശക്തമായുള്ള ഇടപെടൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും, അതുകൊണ്ട് ആശ്വാസത്തോടെയും സമാധാനത്തോടെയും നമുക്ക് മുന്നോട്ട് പോകാനാകും എന്ന ഒരു സാഹചര്യം വരുമോ? ഇതൊരു അതിഭീകരമായ പ്രശ്നമായിട്ട് വളരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് സ്വാഭാവികമായിട്ട് ഇവർ ചെയ്യുന്ന ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് രാഷ്ട്രീയ പ്രശ്നത്തിൽ തങ്ങൾ തോറ്റില്ല എന്ന് വരുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് എതിരാളികൾ അക്രമം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ പ്രതിരോധിക്കുന്നുള്ള ചില വാക്കുകളൊക്കെ ഭംഗിയായിട്ട് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. എല്ലാ കൂട്ടരും ഒരേപോലെ തുല്യ പങ്കാളിത്തം, നേരത്തെ സുധാകരൻ പറഞ്ഞ പോലെ തുല്യ പങ്കാളിത്തമുണ്ട്. പക്ഷേ സുധാകരൻ്റെ പാർട്ടി ചെയ്യുന്ന പോലെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നതിലൊരു വലിയ പ്രശ്നമുണ്ട്. ഇത് ഭക്തന്മാരുടെ സ്വാഭാവിക പ്രതികരണമാണെന്ന് പറയുമ്പോൾ കെ സുധാകരൻ ഉൾപ്പെടുന്ന കോൺഗ്രസിലെ 99% ആളുകളും യഥാർത്ഥ ഭക്തന്മാരാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പല ആളുകളും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനൊക്കെ ശപഥിവായിട്ട് ശബരിമലയിൽ പോകുന്ന ആളുകളാണ്. അവരാരും അവരുടെ പ്രവർത്തകരാരും ഈ മുഖ്യമന്ത്രിയുടെ പ്രകോപനപരമായുള്ള പ്രസംഗം കേട്ടിട്ടോ പ്രതികരണം കേട്ടിട്ടോ ഇതേപോലെ അക്രമ സംഭവമായിട്ട് രംഗത്തിറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ഭക്തന്മാർക്ക് അവിടെ പോകുന്ന ആളുകളുടെ കാര്യം സനീഷ് ഇപ്പോൾ പറഞ്ഞു. ഈ ശബരിമലയിൽ ധാരാളം ആളുകൾ, കേരളം കത്തുന്ന ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ പോയി. അവിടെ വരുമാനം കുറയ്ക്കണമെന്നുള്ള രീതിയിൽ BJP-യുടെ നേതാക്കന്മാർ പറഞ്ഞപ്പോൾ ഭണ്ഡാരത്തിൽ കാശിടരുതെന്ന് പറഞ്ഞ സമയത്ത് അവിടെ കൂടുതൽ വരുമാനം വന്നു എന്ന കാര്യം ദേവസ്വം ബോർഡ് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. അവിടെ പ്രശ്നമില്ല. അവിടെ സ്ത്രീകൾ കയറുന്നതിനും പ്രശ്നമില്ല. അവിടെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കേണ്ട കാര്യം. പക്ഷേ ഇവിടെ നടക്കുന്ന എന്താണ്? ഇവിടെ ഈ പറയുന്ന രൂപത്തിൽ ഭക്തന്മാരുടെ പ്രതികരണം എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർ പോലും ഈ ഭക്തന്മാരുടെ ഭാഗമാണെന്ന് കോൺഗ്രസ്സുകാർ സമ്മതിക്കാൻ തുല്യമാണ്. ഇത് ഭക്തന്മാരുടെ പ്രതികരണമൊന്നുമല്ല, ഇത് BJP-യുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ പ്രതികരണമാണ്. അവരുടെ ആളുകളാണ് ഇതിൽ പങ്കാളികളായിട്ടുള്ളത്. അതിന് തുല്യമായിട്ട് അവരെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് തുല്യമായിട്ട് CPM-ൻ്റെ ഭാഗത്തുണ്ട്. ഭരിക്കുന്ന പാർട്ടിക്കുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഗോവിന്ദമാഷ് പറയില്ലേ, ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ പോലീസിനറിയാം, ഞങ്ങളുടെ സർക്കാരിനറിയാം. അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. അത് പോലീസിന് ചെയ്യേണ്ട പോലീസിന് വിട്ടുകൊടുക്കുക. അതാണ് പോലീസാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ശ്രീ എ സജീവൻ, ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ചെറിയ സമയ പ്രശ്നം ഉള്ളതുകൊണ്ട് വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. പോലീസാണ് ഇക്കാര്യത്തിൽ ഇനിയുള്ള നടപടികൾ എടുക്കേണ്ടത്. വലിയ, താങ്കൾ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ വലിയ പ്രതിസന്ധിയിലേക്കും പ്രശ്നങ്ങളിലേക്കും ഒക്കെ ഇനിയും പോകും, സംഘർഷമുണ്ടാകുമെന്ന് കരുതേണ്ടതില്ല. പോലീസിൻ്റെ നടപടികൾ തലശ്ശേരിയിലടക്കം നല്ല സജീവമായിട്ട് നടക്കുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി തന്നെയും കർക്കശമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകും. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ നല്ല നിലക്ക് നേരിടും. അതിൽ പല ആളുകളെയും കരുതൽ തടങ്കലിൽ, ഏതാണ്ട് 300ഓളം ആളുകളെ കരുതൽ തടങ്കലിൽ ഇതിനകം തന്നെ പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞു. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയില്ല എന്ന ആശ്വാസമായ വർത്തമാനമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് അത് പോവുകയില്ല എന്ന് വിചാരിക്കാം. ഇടവേളയ്ക്ക് ശേഷം മറ്റ് വാർത്തകളിലേക്ക് വരാം. വളരെ നന്ദി ശ്രീ സജീവ്. വാർത്തകൾ തുടരുന്നു. ശ്രീലങ്കൻ യുവതി ശബരിമലയിൽ ദർശനം നടത്തിയതിന് സ്ഥിരീകരണമില്ലാത്തതിനാൽ ശുദ്ധിക്രിയ വേണ്ടെന്ന് തന്ത്രി കണ്ഠരര് മോഹനര്. ഗർഭപാത്രം നീക്കം ചെയ്തതാണ് എന്ന് ശ്രീലങ്കൻ യുവതി വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി BS അനു ചേരുന്നു. അനു, അദ്ദേഹം അക്കാര്യം മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചോ, അങ്ങനെ പറഞ്ഞോ? ഒപ്പം ഇന്ന് മാധ്യമങ്ങളടക്കമുള്ള ഈ കൂടുതൽ യുവതികൾ സന്നിധാനത്തെത്തിയിട്ടുണ്ട് എന്ന വാർത്തയോടൊക്കെ ആ വാർത്തയൊക്കെ ചോദ്യങ്ങളായിട്ട് വന്നോ? അതിനുള്ള പ്രതികരണം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? സനീഷ്, ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരാണ് ഇപ്പോൾ അനൗദ്യോഗികമായി നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് ശ്രീലങ്കൻ യുവതി എത്തിയതായ ഒരു സ്ഥിരീകരണം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ശുദ്ധിക്രിയ ചെയ്യേണ്ട ഒരു സാഹചര്യമില്ലെന്നും അദ്ദേഹം പറയുന്നു.
മാത്രമല്ല ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട് തൻ്റെ ഗർഭപാത്രം നീക്കം ചെയ്തതാണെന്ന്. ഇത്തരത്തിലുള്ള സ്ത്രീകൾ നേരത്തെയും ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിലാണെങ്കിൽ ഒരു ശുദ്ധിക്രിയയുടെ കാര്യമില്ലെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് മറ്റൊരു തരത്തിലേക്കുള്ള വാർത്തകളും ഇവിടെ പ്രചരിക്കുന്നുണ്ട്. അതായത് ശബരിമലയിലേക്ക് ഏതാണ്ട് 10ഓളം സ്ത്രീകൾ നിലവിൽ ദർശനം നടത്തിയെന്ന ചില മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡും തന്ത്രി കുടുംബവും തീർത്തും ഉത്കണ്ഠാകുലരാണ്. ഈ വിഷയം സംബന്ധിച്ച് ദേവസ്വം ബോർഡിനോട് തന്ത്രി ഒരു അനൗദ്യോഗിക വിശദീകരണം ചോദിച്ചിരുന്നു. എന്നാൽ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ യാതൊരുവിധ സ്ഥിരീകരണവും നടത്തിയിട്ടില്ല. ഏതായിരുന്നാലും ഇപ്പോൾ ശബരിമലയിൽ ഒരു ശ്രീലങ്കൻ യുവതി ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഒരു ശുദ്ധിപ്രക്രിയ നടത്താൻ തന്ത്രി തയ്യാറാവുന്നില്ല. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് മകരവിളക്ക്, അത് 14-ാം തീയതി മകരവിളക്ക് നടക്കുന്നതിന് മുമ്പ് 12-ഉം 13-ഉം തീയതികളിൽ സന്നിധാനത്ത് സാധാരണ ശുദ്ധി ക്രിയകൾ നടക്കാറുണ്ട്. അതുവരെയുള്ള എന്തെങ്കിലും അശുദ്ധമായ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള പൂജകളാണ് നടക്കുന്നത്. ഇതിനിടയിൽ ഈ ശ്രീലങ്കൻ യുവതിയുടെ ദർശനം സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ അതിനും കൂടെ ചേർത്തുള്ള ശുദ്ധി ക്രിയ നടത്തും എന്നാണ് അദ്ദേഹം ഇപ്പോൾ അനൗദ്യോഗികമായി നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. സനീഷ്, ഈ കൂടുതൽ യുവതികൾ ശബരിമല കയറിയിട്ടുണ്ട്, സന്നിധാനത്തെത്തിയിട്ടുണ്ട് എന്ന മാധ്യമ വാർത്ത, മാതൃഭൂമി പത്രം അത് പോലീസിനെ ഉദ്ധരിച്ചിട്ടാണ് ആ വാർത്ത എഴുതിയിരിക്കുന്നത്. പോലീസിന്റെ കൈവശം അതിന്റെ ദൃശ്യങ്ങളും മറ്റു വിവരങ്ങളുമുണ്ട്. അത് സുപ്രീം കോടതിക്ക് മുമ്പാകെ റിപ്പോർട്ടായി സമർപ്പിക്കും എന്നതാണ് ആ മാധ്യമ വാർത്തയിലുള്ളത്. സ്വാഭാവികമായിട്ടും അതവിടെ ചർച്ചയാവുകയും മറ്റും ചെയ്തിട്ടുണ്ടാകും. ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് തങ്ങൾക്കറിയുകയില്ല എന്ന നിലപാടാണോ തന്ത്രി അടക്കമുള്ള ആളുകൾ ദേവസ്വം ബോർഡിനോട് ആരാഞ്ഞപ്പോൾ ദേവസ്വം ബോർഡ് നൽകുന്ന മറുപടി? തീർച്ചയായും സനീഷ്, ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ആദ്യ ഘട്ടത്തിൽ തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് ദേവസ്വം ബോർഡ് സ്വീകരിച്ചത്. നമുക്ക് ഓർമ്മയുണ്ടാകും, കനകദുർഗയും ബിന്ദുവും ശബരിമല അയ്യപ്പ ദർശനം നടത്തിയത് സംബന്ധിച്ച് മാധ്യമങ്ങൾ സ്ഥിരീകരണം ആരാഞ്ഞപ്പോഴും യാതൊരു തരത്തിലും ഇത്തരമൊരു വാർത്ത അറിഞ്ഞിട്ടില്ല എന്ന ഒരു വിശദീകരണമാണ് ദേവസ്വം ബോർഡ് ആവർത്തിച്ചത്. നിലവിൽ ഇപ്പോഴും ഇതേ വാക്കുകൾ തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ശബരിമലയിൽ ഏതാണ്ട് 10 സ്ത്രീകൾ ദർശനം നടത്തിയിട്ടുണ്ടെന്നും 22-ാം തീയതി സുപ്രീം കോടതിയിൽ പുനഃപരിശോധന ഹർജി പരിഗണിക്കുമ്പോൾ അഫിഡവിറ്റായിട്ട് നൽകും എന്ന സർക്കാർ ഇത് തെളിവ് സഹിതം അഫിഡവിറ്റായി നൽകും എന്നുള്ളതാണ് മാധ്യമ വാർത്തകൾ പ്രചരിക്കുന്നത്. ശരി അനു, വിവരങ്ങൾക്ക് നന്ദി. നമ്മുടെ സമയമായതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശബരിമലയിൽ പക്ഷേ ഇത്തരം പ്രശ്നങ്ങളൊന്നും ബാധിക്കാതെ ദർശനവും മറ്റ് സാധാരണ നടപടിക്രമങ്ങളും നടക്കുക തന്നെയാണ്. ഭക്തരുടെ വലിയ തിരക്ക് ഇന്നും അല്ലെങ്കിൽ ഭക്തരുടെ വരവ് സ്വാഭാവികമായിട്ടെന്നോണം അവിടെ നടക്കുന്നുണ്ട്. ശ്രീലങ്കൻ യുവതിയുടെ ദർശനം സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ശുദ്ധിക്രിയയുടെ ആവശ്യമില്ല എന്ന നിലപാടാണ് തന്ത്രി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒന്ന്, ആ വാർത്തയ്ക്ക് സ്ഥിരീകരണമില്ല. 2, ഈ വന്നിരിക്കുന്ന ശ്രീലങ്കൻ യുവതിയുടെ ഗർഭപാത്രം നീക്കം ചെയ്തതാണ് എന്നൊരു വിവരം കൂടെയുണ്ട്. ആ 2 കാര്യങ്ങൾ വെച്ചാണ് തന്ത്രി ശുദ്ധിക്രിയയുടെ ആവശ്യമില്ല എന്ന നിലപാട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കൂടുതൽ യുവതികൾ കയറിയിട്ടുണ്ട് എന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്ത്രി അടക്കമുള്ള ആളുകൾ, അതുമായി ബന്ധപ്പെട്ട ആളുകളോട് അവരുടെ ആശങ്ക ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടുണ്ട് എന്നുകൂടെ വിവരങ്ങളുണ്ട്. പക്ഷേ അതേസമയം അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത സംഭവങ്ങളുടെ പരിസമാപ്തി എന്ന നിലയ്ക്ക് അക്രമ സംഭവങ്ങൾ നടക്കുകയാണ് തലശ്ശേരിയിലടക്കം. പക്ഷേ പോലീസ് കർക്കശമായ നിയന്ത്രണങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയുമാണ്. അത്തരം വാർത്തകളുടെ വിശദാംശങ്ങളുമായിട്ട് തിരിച്ചു വരാം.